നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. ബാർകോഴ കേസിൽ KM മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ്. മലക്കം മറിഞ്ഞ SP സുകേശൻ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് തുടരന്വേഷണ റിപ്പോർട്ട്. ബാർ ഉടമകൾ അന്വേഷണവുമായി സഹകരിച്ചില്ല. സത്യം തെളിഞ്ഞെന്ന് KM മാണി. സാഹചര്യം മാറിയാൽ മാണിക്ക് മന്ത്രിസഭയിലേക്ക് മടങ്ങി വരാമെന്ന് മുഖ്യമന്ത്രി. കേസ് അട്ടിമറിച്ചുവെന്ന് പ്രതിപക്ഷം. ലാവലൻ കേസിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാരിന്റെ ഉപഹർജി. വിചാരണ കോടതി തെളിവുകൾ അപഗ്രഥിച്ചില്ലെന്ന് സർക്കാർ. കഴിഞ്ഞ 2 വർഷം സർക്കാർ ഉറങ്ങിപ്പോയോ എന്ന് കോടിയേരി. പിണറായിക്ക് മത്സരിക്കാൻ തടസ്സമില്ലെന്ന് യെച്ചൂരി. നിയമം നിയമത്തിന്റെ വഴിക്കെന്ന് മുഖ്യമന്ത്രി. കർക്കശ ഭീകര നിലപാടുമായി പാകിസ്ഥാൻ. ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മൗലാന മസൂദ് അസറിനെ അറസ്റ്റ് ചെയ്തു. ഭീകര കേന്ദ്രങ്ങൾ പൂട്ടി. ഇന്ത്യയിലേക്കും അന്വേഷണ സംഘത്തെ അയച്ചേക്കും. ഇന്ത്യ പാക് സെക്രട്ടറി തല ചർച്ച നിശ്ചയിച്ച പോലെ നടന്നേക്കും. LDFിലേക്ക് RSPയെ തിരികെ കൊണ്ടുവരാൻ ബംഗാൾ ഘടകത്തിന്റെ നീക്കം. ചർച്ചയ്ക്ക് കേന്ദ്ര ഘടകം മുൻകൈയെടുക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ടോട്. UDFിന്റെ അഴിമതി തെരഞ്ഞെടുപ്പിൽ RSPക്ക് തിരിച്ചടിയാകുമെന്നും മുന്നറിയിപ്പ്. ഫയർ ആൻഡ് സേഫ്റ്റി വകുപ്പിന്റെ അനുമതിയില്ലാതെ നിർമ്മിച്ച സെക്രട്ടേറിയറ്റ് അനക്സ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മാറ്റി. പുതിയ തീയതി പിന്നീട്. നടപടി റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന്. ഉദ്ഘാടന ചടങ്ങിന് VSനെ ക്ഷണിക്കാത്തതും വിവാദം. വിശദമായി. ബാർകോഴ കേസിൽ KM മാണിക്ക് വീണ്ടും ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസിന്റെ തുടരന്വേഷണ റിപ്പോർട്ട്. ഫോൺ രേഖകളും മൊഴികളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നും മാണിക്കെതിരെ പുതിയ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും തുടരന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ബാർ ഉടമകൾ അന്വേഷണവുമായി സഹകരിച്ചില്ല എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ബാർ ഉടമകളിൽ നിന്ന് KM മാണി 25 ലക്ഷം രൂപ കോഴ വാങ്ങിയതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും രണ്ടാമത് 50 ലക്ഷം രൂപ നൽകിയെന്ന് പറയുന്നത് മാർച്ച് 30-നാണോ 31-നാണോ എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തണമെന്നും ബിജു രമേശ് ഹാജരാക്കിയ ശബ്ദരേഖ പരിശോധിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് തിരുവനന്തപുരത്തെ വിജിലൻസ് പ്രത്യേക കോടതി ജഡ്ജ് ജോൺ ഇല്ലിക്കാടൻ KM മാണിക്കെതിരെ തുടരന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ തുടരന്വേഷണത്തിൽ പുതിയ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തെളിവുകളില്ലാത്ത സാഹചര്യത്തിൽ തുടർ നടപടികൾ റദ്ദാക്കണമെന്നും കാട്ടി SP സുകേശൻ തിരുവനന്തപുരത്തെ വിജിലൻസ് പ്രത്യേക കോടതിയിൽ ഇന്ന് തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. പ്രധാന സാക്ഷികളായ ബാർ ഉടമകൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും രണ്ടാമത് ഇടപാട് നടന്നുവെന്ന് പറയുന്ന ദിവസത്തെ ഫോൺ രേഖകളിലും മൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എഡിറ്റ് ചെയ്ത ശബ്ദരേഖ തെളിവായി ശേഖരിക്കരുതെന്ന് സുപ്രീം കോടതി വിധിയുള്ളതിനാൽ അത് പരിശോധിക്കേണ്ടതില്ലെന്നും SP സുകേശൻ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. നേരത്തെ കോടതി തള്ളിയ അന്തിമ റിപ്പോർട്ടിന് സമാനമായ റിപ്പോർട്ട് വീണ്ടും സമർപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇതിന്മേൽ കോടതിയുടെ തീരുമാനം നിർണായകമാണ്. മാത്രമല്ല 25 ലക്ഷം രൂപ കോഴ വാങ്ങിയതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന വിജിലൻസ് കോടതി വിധി അതുപോലെ നിലനിൽക്കുന്നതിനാൽ മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകി സമർപ്പിക്കപ്പെട്ട തുടരന്വേഷണ റിപ്പോർട്ടിന്മേലുള്ള കോടതി നടപടി രാഷ്ട്രീയ കേന്ദ്രങ്ങളും ആകാംക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. റിപ്പോർട്ടർ തിരുവനന്തപുരം. ബാർകോഴ കേസിൽ സത്യം തെളിഞ്ഞു എന്ന് KM മാണി. രാജിവെക്കാനുണ്ടായ സാഹചര്യം മാറുകയാണെങ്കിൽ KM മാണിക്ക് മന്ത്രിസഭയിലേക്ക് മടങ്ങി വരാമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. എന്നാൽ കേസ് സർക്കാർ അട്ടിമറിച്ചുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ബാർകോഴ കേസിൽ പുതിയ തെളിവില്ല എന്ന തുടരന്വേഷണ റിപ്പോർട്ടോടെ സത്യം തെളിഞ്ഞുവെന്നാണ് KM മാണി പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ കോടതി അന്തിമ തീരുമാനമെടുക്കട്ടെ എന്ന് മാണി പറഞ്ഞു. വീണ്ടും മന്ത്രിയാകുന്നതിനെ കുറിച്ച് മാണി പ്രതികരിച്ചില്ല. കോടതിയിൽ ഇരിക്കുന്ന വിഷയമല്ലേ, കോടതി തീരുമാനിക്കട്ടെ. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊരിക്കലും അസംതൃപ്തി ഉണ്ടായിട്ടില്ലല്ലോ. സത്യം ആത്യന്തികമായി വിജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അതിനൊരു ഭംഗവും വന്നിട്ടില്ല. ബാക്കി കാര്യങ്ങളെല്ലാം കോടതി തീരുമാനിക്കട്ടെ. അതൊക്കെ പിന്നീട് അത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായമല്ലേ. ഞാനും അതിനെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. രാജിവെക്കാനുണ്ടായ സാഹചര്യം മാറുകയാണെങ്കിൽ KM മാണിക്ക് മന്ത്രിസഭയിലേക്ക് മടങ്ങി വരാമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. നേരത്തെ പറഞ്ഞത് അദ്ദേഹം ഇതിനകത്ത് ഒരു വിധത്തിലും കുറ്റവാളി അല്ലെന്നുള്ളതാണ്. KM മാണി മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കാനിടയായ സാഹചര്യം എന്താ? ആ സാഹചര്യം ഇല്ലാതെയായാൽ അദ്ദേഹം തിരിച്ചു വരും. മാണിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ച് വീണ്ടും മന്ത്രിയാക്കാനുള്ള ഉമ്മൻചാണ്ടിയുടെ നീക്കത്തെ കേരളം ഒന്നടങ്കം എതിർക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ടാണ് മാണിക്ക് അനുകൂലമായ റിപ്പോർട്ട് വന്നതെന്നും VS പറഞ്ഞു. മുഖ്യമന്ത്രി ഇടപെട്ട് അന്വേഷണം അട്ടിമറിച്ചതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. നമ്മോടൊപ്പം ഈ വിഷയത്തിൽ VS സുനിൽകുമാർ MLA, ആന്റണി രാജു, ബിജു രമേശ്, ബിനോയ് എലഗൻസ്, അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരാണ് ഉള്ളത്. ആദ്യം ശ്രീ ആന്റണി രാജു, അടുത്ത മാസം 12-ന് KM മാണി ആയിരിക്കുമോ ബജറ്റ് അവതരിപ്പിക്കുക? അല്ല, ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ ശ്രീ സുകേഷിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. അതൊരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് നിയമപരമായി വിധേയമാകേണ്ടതുണ്ട്.
അത് വിജിലൻസ് ജഡ്ജിയുടെ ജുഡീഷ്യൽ സ്ക്രൂട്ടനിക്ക് ശേഷം വിജിലൻസ് ജഡ്ജി ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് കെ എം മാണിയെ കുറ്റമുക്തനാക്കുമെന്നും അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും ഈ ബഡ്ജറ്റ് അദ്ദേഹം അവതരിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. നേരത്തെ വിജിലൻസ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ സമയത്ത് ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി ഉണ്ടായിരുന്നു. ആ സ്ക്രൂട്ടിനിയുടെ ഭാഗമായിട്ടാണ് കെ എം മാണിക്ക് പുറത്തു പോകേണ്ടി വന്നത്. അന്ന് ആ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയിൽ എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ ഇല്ലിക്കാടൻ നൽകിയിരുന്നു. ആ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്ന് മാത്രമല്ല അതിന് പുല്ലുവില കൽപ്പിച്ചാണ് രണ്ടാം റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് വ്യക്തമാകുമ്പോൾ എങ്ങനെയാണ് ശ്രീ ആന്റണി രാജു താങ്കൾക്ക് ധൈര്യം വരുന്നത് കെ എം മാണി 12-ന് ബജറ്റ് അവതരിപ്പിക്കുമെന്ന് പറയാൻ? നികേഷ്, ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങയുടെ എന്ന് എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കുന്നത് വിജിലൻസ് ജഡ്ജി ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം പരിശോധിച്ചു എന്ന് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചോദിച്ചിരുന്നത് ഈ CD-യുടെ ശബ്ദ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. പക്ഷേ ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ CD എഡിറ്റഡ് ആയതുകൊണ്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് അത് നിലനിൽക്കില്ല എന്നുള്ളത് കൊണ്ട് ആ CD-യുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് നിയമപരമായി പ്രാബല്യം നേരത്തെ തള്ളിയതാണ്. അതൊരു ട്രാക്കായി മാത്രമേ സ്വാഭാവികമായും ഏത് അന്വേഷണ ഏജൻസിക്കും കാണാൻ കഴിയുമായിരുന്നുള്ളൂ. വിജിലൻസും ആ തരത്തിലേ കണ്ടിട്ടുള്ളൂമായിരുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാർ ഉടമകളുടെ മൊഴിയായിരുന്നു. ബാർ ഉടമകളെ വിളിച്ചു മൊഴിയെ രേഖപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന തിരക്കുകളുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ വരാനാകില്ല എന്ന്. ഉടനെ കയറി നിങ്ങളങ്ങ് റിപ്പോർട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഉടനെ കയറി വിജിലൻസ് അങ്ങ് റിപ്പോർട്ട് കൊടുക്കുകയാണ്. അവരെ വിളിച്ചു വരുത്തി മൊഴിയെടുത്ത്, മാത്രമല്ല എലഗൻസ് ബിനോയ് അടക്കമുള്ളവർ പറയുന്നത് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, നേതൃത്വത്തോട് ഞങ്ങൾ കർക്കശമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഇനിയെങ്കിലും സത്യം പറയണമെന്ന്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ തിരക്ക് പിടിച്ച് റിപ്പോർട്ട് നൽകുമ്പോൾ സത്യം മറ്റെവിടെയോ ആണ് എന്നല്ലേ ശ്രീ ആന്റണി രാജു മനസ്സിലാക്കേണ്ടത്? ഇവിടെ ബാറുടമകളെ വിളിച്ച് വീണ്ടും മൊഴിയെടുക്കണമെന്ന് കോടതി ഒരിടത്തും പറഞ്ഞിട്ടില്ല. ശാസ്ത്രീയമായ ചില പരിശോധനകൾ ടവർ ലൊക്കേഷൻ വെച്ചുകൊണ്ട് ഇവർ പറയുന്നത് ശരിയാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ പ്രധാനമായിട്ട് സജു ഡൊമിനിക് ആ പറയുന്ന ദിവസം മാണി സാറിൻ്റെ വീട്ടിലുണ്ടായിരുന്നതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ടവർ ലൊക്കേഷൻ പൊൻകുന്നത്താണ്, പാലായിലല്ല. അതുപോലെ തന്നെ അമ്പിളിയുടെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അദ്ദേഹം പഴവങ്ങാടിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ടവർ ലൊക്കേഷൻ നോക്കിയപ്പോൾ അദ്ദേഹം മറ്റെവിടെയാണ്. അപ്പോൾ ശാസ്ത്രീയമായ പരിശോധനകളിലൂടെ ശാസ്ത്രീയമായ തെളിവുകൾ പൊരുത്തക്കേട് കാണുന്നു, പരസ്പര വിരുദ്ധമായ മൊഴികൾ കാണുന്നു. പിന്നെ ബിനോയ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കഴിഞ്ഞ 75 ദിവസങ്ങൾക്കുള്ളിൽ, നിങ്ങൾക്കറിയാം ഒക്ടോബർ 29-ാം തീയതിയാണ് ശ്രീ ഇല്ലിക്കാടൻ ജഡ്ജി ഉത്തരവിടുന്നത്. അത് കഴിഞ്ഞ് 75-ാം ദിവസമാണ് 3 പ്രാവശ്യം ഈ ബാറുടമകൾക്ക് നോട്ടീസ് കൊടുത്തിരുന്നു. ഓരോ പ്രാവശ്യവും ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ ഒഴിവായത് എന്തിന്, എന്നിട്ടും മാറ്റി മാറ്റി കൊടുത്തു. 3-ാം പ്രാവശ്യവും വരാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുക്കാൻ നിർബന്ധിതമായി. ഞാൻ ചോദിക്കട്ടെ, ഈ സുകേഷ് എന്ന് പറയുന്നത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ജുഡീഷ്യൽ സ്ക്രൂട്ടനിക്ക് വരികയാണല്ലോ. അങ്ങനെയാണെങ്കിൽ കോടതി പരിശോധിക്കട്ടെ, കോടതി അത് തെറ്റാണെങ്കിൽ അതിനുള്ള തീരുമാനം കോടതി എടുക്കട്ടെ. ജുഡീഷ്യൽ സ്ക്രൂട്ടനി ഉണ്ടാവുകയും ഇല്ലിക്കാടൻ മാണിക്ക് എത്രയോ കൊടുക്കാൻ കഴിയുമോ അത്രയും കൊടുക്കുകയും ഒക്കെ ചെയ്തു. എലഗൻസ് ബിനോയ്, നിങ്ങൾക്കൊന്നും ഉളുപ്പില്ല? ഞാനതൊന്നും പറയുന്നില്ല. എന്താണ് ഇക്കാര്യത്തിലുള്ള പ്രതികരണം? ഉളുപ്പില്ലെന്നും ഞങ്ങളെ നാണം കെടുത്തുകയൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കൊരു ത്രാണിയില്ല. ഒരു കാര്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തെളിയിക്കപ്പെടേണ്ട ബാധ്യത ഞങ്ങൾക്ക്, അത് തെളിയിക്കപ്പെടാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ നേതൃത്വം ഓടി ഒളിക്കുകയാണ്. കാരണം കൃഷ്ണദാസ്, അതുപോലെ ഞങ്ങളുടെ പ്രസിഡന്റ് ധനേഷ്, ഇവരൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ. ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇവരൊക്കെ പോയി മൊഴി കൊടുക്കുന്നത് ഇല്ലില്ല. എലഗൻസ് ബിനോയ്, താങ്കൾ അടക്കമുള്ളവർക്ക് അങ്ങനെ ഒളിച്ചോടാനൊന്നും പറ്റില്ല, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി. ഈ ധനേഷ് ആയിക്കൊള്ളട്ടെ, കൃഷ്ണദാസ് ആയിക്കൊള്ളട്ടെ, രാജ്കുമാർ ഉണ്ണി ആയിക്കൊള്ളട്ടെ, അവർ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പലതരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവരാണ്, ഞങ്ങളുടെ ക്രെഡിബിലിറ്റി എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചത്. നഷ്ടപ്പെടുത്താനില്ല. എന്തിനോടുള്ള ക്രെഡിബിലിറ്റി? ഈ പറയുന്ന അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരോടും മന്ത്രിമാരോടുമുള്ള ഞങ്ങളുടെ ക്രെഡിബിലിറ്റി ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്താനാകില്ല. നാളെ മറ്റൊരാവശ്യത്തിന് ഞങ്ങൾ കൈക്കൂലി പണവുമായി പോകുമ്പോൾ അവർ ഞങ്ങളെ വിശ്വസിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് സൃഷ്ടിക്കാനാകില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സത്യാവസ്ഥ പറയാനാകില്ല എന്നാണ്. പക്ഷെ താങ്കളെപ്പോലുള്ളവരാണ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ പറയുന്നത് എത്ര പിരിച്ചു എന്ന് വ്യക്തമാക്കണം, ഇതാർക്ക് കൊടുത്തു എന്ന് വ്യക്തമാക്കണമെന്ന്. ഇവർക്ക് ധൈര്യമില്ല. നിങ്ങൾ ധൈര്യമുണ്ടെന്ന് വാദിക്കുന്നു,
പക്ഷെ നിങ്ങൾ ധൈര്യം കാണിക്കുന്നില്ല. അല്ല, ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്ന് വാദിച്ച് കാണിക്കാത്തതല്ല. ഞങ്ങൾക്ക് ഇതിന്റെ കൃത്യമായ കാര്യങ്ങളും കണക്കുകളും ഒക്കെ ഏകദേശം അറിയാം. ഇത് പൈസ ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, മേടിച്ചിട്ടുണ്ട്. മാണി മാത്രമല്ല, ഇത് മൊഴി കൃത്യമായി ഈ നേതൃത്വം കൊടുത്താൽ മറ്റു പല രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മറ്റു പല ആളുകളും ഇതിൽ പെടും. കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ഇത് പെടുമെന്ന് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. ഞങ്ങൾ അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ അടുത്ത് തെളിവ് വേണ്ടേ? തെളിവുള്ള ആളുകൾ ഇത് ഓടി ഒളിക്കുകയും ഈ പ്രാവശ്യം, അതായത് ഈ സുപ്രീം കോടതിന്റെ വിധി വന്നതിന് ശേഷം, വിധിക്ക് മുമ്പ് തന്നെ ഒട്ടനവധി ബാർ ഉടമകൾ ഈ ഹോട്ടലിന് വേണ്ടി ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്കെല്ലാം ജപ്തി നോട്ടീസും ഇങ്ങനെയെല്ലാം വന്ന് ഇതെല്ലാം ഞങ്ങൾ ഈ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോഴും ഇപ്പോഴും നിങ്ങൾക്ക് ചതിയാണ് പറ്റുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ഉണ്ണിയോടും ബാക്കിയുള്ള ആളുകളോടും എല്ലാം കൃത്യമായി ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ സത്യം പറയണം, ഞങ്ങളോടാണ് ചതി കാണിക്കുന്നത്, ക്രെഡിബിലിറ്റി ഞങ്ങളോടാണ് കാണിക്കേണ്ടത്, ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ പണമെല്ലാം വാങ്ങിയത്, ഈ പണമെല്ലാം നിങ്ങളെന്നെങ്കിൽ നിങ്ങൾ സ്വന്തം നിലയ്ക്ക് എടുത്തോ അല്ലെങ്കിൽ ആർക്ക് കൊടുത്തു എന്ന് പറയണം എന്ന് ശക്തമായി വാദിക്കുകയും ഇതിനോട് തയ്യാറെടുത്ത് ഏകദേശം മനസ്സ് അങ്ങനെ നമ്മളോടുള്ള കടമ നിറവേറ്റാൻ വേണ്ടി തയ്യാറെടുത്ത് ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് രാവിലെ കൊണ്ട കത്ത് കൊടുത്തു 26-ാം തീയതി ഹാജരാകാമെന്ന്. മിനിഞ്ഞാന്ന് രാവിലെ കൊടുത്ത കത്ത് 26-ാം തീയതി ഹാജരാകുമ്പോൾ ഞങ്ങൾ മൊഴി പറഞ്ഞോളാം, ഞങ്ങൾ സത്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് കൊടുത്ത കത്ത് ഇവർ പേടിച്ചിട്ടാ. ഈ ഗവൺമെന്റിന് ഭയം കൊണ്ടാണ്. കാരണം മാണി മാത്രം ഒതുങ്ങല്ല, മാണിയുടെ ആളുകളും മാണിയും കൂട്ടരും രാജു നമ്മുടെ ഇതേ ഉൾപ്പെടെ നോക്കിയിരിക്കുന്നു ബാക്കി ആരൊക്കെ ഇതിനകത്ത് പെടുന്നു. അതൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി. ഇവർ ഓടിക്കൊണ്ട് ഇപ്പൊ കൊടുത്തതാണ്, പേടിച്ചിട്ട് കൊടുത്തതാണ്. അതും മാണിയെ രക്ഷിക്കാനല്ല, മാണി വീണ്ടും കുഴിയിലോട്ട് പോകും. ശ്രീ ആന്റണി രാജു, അതിന് മറുപടി 26-ന് ഹാജരാകാമെന്ന് മിനിയാന്ന് കത്തുകൊണ്ട് കൊടുത്തു ബാർ ഉടമകൾ. പിന്നെ എന്തിനാണ് ഓടിക്കൊണ്ട് കൊടുത്തത്? നികേഷ്, ഓടിക്കൊണ്ടൊന്നും അല്ല കൊടുത്തത്. ഇപ്പോൾ ഈ ഒക്ടോബർ 31-നുള്ള പരാതി അന്വേഷിച്ചിട്ട് 438 ദിവസമാകുന്നു. ഈ തുടരന്വേഷണത്തിൻ്റെ ആരംഭിച്ചിട്ട് 75 ദിവസമാകുന്നു. ഇതിനിടയ്ക്ക് എത്രയോ പ്രാവശ്യം ഈ ബിനോയ് ഉൾപ്പെടെയുള്ള ആൾക്ക് നോട്ടീസ് കൊടുത്തു. ഇവർ ഓരോ കാരണം പറഞ്ഞ് ഒഴിയുകയില്ലായിരുന്നു. ഇവർ അവധിക്കപേക്ഷ, ഇത് 3ാമത്തെ അവധിക്കപേക്ഷയാണ്. ഒരു അവധിക്കപേക്ഷ കൊടുത്തു, 2ാമത്തെ അപേക്ഷ കൊടുത്തു, മാറ്റിക്കൊടുത്തു. അതായത് അത് തെറ്റാണ്, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് പറഞ്ഞാണ്. അതായത് ഈ തുടരന്വേഷണത്തിന് ശേഷം പല പ്രാവശ്യവും സുകേശൻ ഫോണിൽ ബന്ധപ്പെട്ടു, എന്നെയും ബന്ധപ്പെട്ടു. അപ്പൊ ഞങ്ങൾ എന്ത് പറഞ്ഞു? ഞങ്ങൾ സുപ്രീം കോടതി കേസ് നടത്തുകയാണ്, കേസ് കഴിഞ്ഞ് വരാം. അത് കഴിഞ്ഞിട്ട് ആദ്യമായാണ് ഒരു കത്ത് കൊടുക്കുന്നത് മിനിഞ്ഞാന്ന്. ഇതെന്തായാലും ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ അന്വേഷണ ഉദ്യോഗസ്ഥനല്ലേ, നിങ്ങൾ കൊണ്ടുപോവാ. വേറെ കത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യമായി തന്ന കത്താണ് മിനിഞ്ഞാന്ന് 26-ാം തീയതി. കാരണം ഞങ്ങളുടെ MD ധനേഷിന്റെ മകളുടെ നിശ്ചയമാണ്. അതിനുശേഷം ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ വന്ന് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് കത്ത് തന്നിട്ട് നിങ്ങൾ എന്തായാലും മറുപടി എന്താ പേടിച്ചു കൊണ്ടേ കൊടുത്തതെന്ന് പറഞ്ഞാൽ യാതൊരു തർക്കവും ഇല്ല. നിങ്ങൾക്ക് പേടിയാണ്, പേടി കൊണ്ട് മാത്രമാണ് കൊണ്ടേ കൊടുത്തത്. പേടിയുടെ കൂട്ടത്തിൽ തന്നെ പല ബുദ്ധിയും കാണും. മാണി ഇതോടുകൂടി പൂട്ടി കെട്ടാനൊക്കെ നിങ്ങൾക്ക് കാണും. അതൊന്നും ഞാൻ അതേപ്പറ്റി പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ കളികൾ, നമുക്കതൊന്നും അറിയണ്ട. എന്തായാലും നിങ്ങൾ ചെയ്യുന്നത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കും, ജനങ്ങൾക്ക് ബോധ്യം വരും. നിങ്ങൾക്ക് ഇതിൻ്റെ തിരിച്ചടി തീർച്ചയായും കിട്ടിയിരിക്കും. കാരണം ഒന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ തെളിവ്, ഇത് ഞാൻ പറയട്ടെ, ഇതേ ഒരു വക്കീലല്ലേ, നമുക്ക് ഏതെങ്കിലും ഒരു കേസ് ഇങ്ങനെ മൂടിക്കൊണ്ടേ വെക്കാൻ പറ്റുമോ? ഇതിൻ്റെ തെളിവ് എന്ത് വന്നാലും, എന്ത് രംഗത്ത് വന്നാലും ഇതിന് ഉത്തരം പറയേണ്ടി വരും. ഇതാണ് ഞാൻ നേരത്തെ മുതലേ പറയുന്നത്, ഉപ്പ് തിന്നാൽ വെള്ളം കുടിച്ചിരിക്കും. നിങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും പറയുന്നത് തന്നെയാ, ഉപ്പ് തിന്നിട്ടുണ്ടേ വെള്ളം കുടിക്കുമെന്ന്. അപ്പൊ അതിനുള്ള വരും ദിവസങ്ങളിൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് 26-ാം തീയതി ഇതിന്റെ എല്ലാ സത്യവും ബോധ്യപ്പെടുത്താം എന്ന് ഞങ്ങളോട് ഞങ്ങളുടെ നേതൃത്വം ഉറപ്പ് തന്നതാണ്. അതെങ്ങനെയോ ലീക്കായിട്ടുണ്ട്. അതെങ്ങനെയോ ലീക്കായിട്ടാണ് ഇവരിത് ഓടിക്കൊണ്ടേ കൊടുത്തത്. അല്ലെ എന്ത് 13 ദിവസം വെയിറ്റ് ചെയ്യാൻ മേലേ? വെറും 13 ദിവസമുള്ളൂ. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. സുകേഷിന് കത്ത് കൊടുത്തിരിക്കുന്നതാണ് 26-ാം തീയതി ഹാജരാകാൻ വേണ്ടി. അപ്പം 3 പേരും കത്ത് കൊടുത്തു, നേതൃത്വന്മാർ 3 പേരും. കാരണം ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം മനസ്സിലാക്കി ഞങ്ങൾ ഇതുകൊണ്ട് ഒന്നും നേടാനില്ല, ഞങ്ങളുടെ ബിസിനസ്സിനെ മാത്രം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, അതായത് പല കോൺട്രാക്ട് കാണും, പല ബിസിനസ് കാണും, 10, 100, 200 കോടി രൂപയുടെ ബിസിനസ് നടത്തുന്ന നേതാക്കന്മാരായിരിക്കും ഇവരൊക്കെ. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഞങ്ങളോട് ക്രെഡിബിലിറ്റി കാണിക്കണം, ഞങ്ങളോടാണ് ഇവർ ക്രെഡിബിലിറ്റി കാണിക്കേണ്ടത്. വർഷങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് പുറകെ നടന്ന ആളുകളാണ് ഞങ്ങളോട് ക്രെഡിബിലിറ്റി കാണിക്കണമെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയത് ഇപ്പോഴാണ്. അത് ഇവർക്ക് ലീക്ക് ചെയ്ത്, ഇവർക്ക് പല പരിപാടിയില്ലേ, ലീക്ക് ചെയ്ത് കിട്ടാനൊക്കെ മാർഗങ്ങളില്ല. ഒരു യുക്തിസഹമായ മറുപടി ശ്രീ ആന്റണി രാജു താങ്കളിൽ നിന്നുണ്ടാകുമോ ഈ വിഷയത്തിൽ? ഞാൻ ഒരിക്കൽ കൂടി ബിനോയ് പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. വാർത്തയാണത്. ഒരു ആങ്കർ എന്നുള്ള നിലയിൽ എനിക്കത് ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. 26-ാം തീയതി ഹാജരാകാമെന്ന് 3 പേരും, അതായത് രാജ്കുമാർ ഉണ്ണിയും ധനേഷും ആളുകളും കത്ത് കൊടുത്തിട്ടുണ്ട്. ധനേഷിന്റെ മകളുടെ കല്യാണ നിശ്ചയമായതിനാൽ ധനേഷിന് ഹാജരാകാൻ കഴിയില്ല എന്ന പ്രത്യേക സാഹചര്യം ആ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്നിട്ട് പോലും അതിന് കാത്തു നിൽക്കാതെ ധൃതി പിടിച്ച് വിജിലൻസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്തിന്? തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്തിന്?
ഞാൻ ചോദിക്കട്ടെ നികേഷ്, ഈ 438 ദിവസവും ഇവർക്ക് കൊടുക്കാൻ കല്യാണമായിരുന്നു, വിവാഹം ഇല്ല, 438 ദിവസം എന്ന് പറയുന്നത് ഒരു അന്വേഷണ ഘട്ടമാണ്. ആന്റണി രാജു, ഒരു അന്വേഷണ ഘട്ടമാണ്. ആ അന്വേഷണ ഘട്ടം കഴിയുമ്പോഴാണ് വിജിലൻസ് ഒരു റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ജഡ്ജിക്ക് തോന്നുന്നു ഇത് ശരിയല്ല, ഇതിൽ വ്യക്തമായ അന്വേഷണം നടന്നിട്ടില്ല, വേണ്ടത്ര മൊഴിയെടുത്തിട്ടില്ല. അപ്പോഴാണ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് വരാൻ വിജിലൻസ് അന്വേഷണ സംഘത്തിനോട് വിജിലൻസ് ജഡ്ജി ആവശ്യപ്പെടുന്നത്. അവിടെ എത്തുമ്പോഴാണ് നിങ്ങളുടെ ഒരു സമ്മർദ്ദമുണ്ടല്ലോ, നിങ്ങളുടെ സമ്മർദ്ദം എന്താണ്? വേഗം തുടരന്വേഷണ റിപ്പോർട്ട് പൂർത്തിയാക്കണം എന്നാണ് കേരള കോൺഗ്രസ് ഓരോ വാർത്താ സമ്മേളനത്തിലും ആവർത്തിച്ചു പറയുന്നത്. പക്ഷേ ഗവൺമെൻറ് അക്കാര്യത്തിൽ വേണ്ടത്ര നടപടികൾ എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് കോട്ടയത്തെ സോണിയാഗാന്ധി എത്തിയപ്പോൾ കെ എം മാണി ബോംബ് പൊട്ടിച്ചത്. രമേശ് ചെന്നിത്തലയ്ക്ക് എതിരെയായിരുന്നു കെ എം മാണിയുടെ മുഴുവൻ പറച്ചിലും. അപ്പോഴാണ് ഈ കാര്യത്തിലൊരു തീർപ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകണം എന്ന നിലപാട് നിങ്ങളെടുത്തത്. അതാ ഇപ്പോൾ എലഗൻസ് ബിനോയ് പറയുന്നു, മിനിയാന്ന് 3 ബാർ ഉടമകൾ പറയുന്നു, വളരെ നിർണായകമായ 3 ബാർ ഉടമകൾ പറയുന്നു ഞങ്ങൾക്ക് 26-ാം തീയതി വരാൻ കഴിയുമെന്ന്. അവർ വരികയാണ് എങ്കിൽ, അവർ കൃത്യമായ മൊഴി കൊടുക്കുകയാണ് എങ്കിൽ കെ എം മാണി പെടും എന്ന് കാണുമ്പോൾ സർക്കാർ വളരെ വേഗം. മാത്രമല്ല, സത്യമായ മൊഴി കൊടുത്താൽ നിരവധി ആളുകൾ അക്കവിട്ട് പെടും. നേരത്തെ വിജു രമേശ് കുറെ പേര് പറഞ്ഞല്ലോ. അത് മാത്രമല്ല, ഞങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത കാശ് മേടിച്ചിട്ടുള്ള നേതാക്കന്മാരെല്ലാം പെടും. അതുകൊണ്ടാണ് പേടി, അതുകൊണ്ടാണ് ഇപ്പോൾ ഓടിപ്പോയി കൊടുത്തത്. ഒരാൾ മാണി മാത്രം നിങ്ങൾക്ക് ഇതൊക്കെ ഒരു അവസരമായി ഉപയോഗിച്ചുകൂടെ? ഞാൻ പറയട്ടെ, അത് അവസരമായി ഉപയോഗിക്കാനാണ് അതിപ്പം തീർച്ചയായിട്ടും ഇത് വന്നതിന് ഞാൻ അത്ര ഉറച്ചു പറയല്ലേ. 100% അവർ ഞങ്ങളോട് പ്രതിബദ്ധത കാണിച്ചതിനെ നേതാക്കന്മാര്. അതിനാണല്ലോ കത്ത് കൊടുത്തത്. രാജ്കുമാർ ഉണ്ണിയും കൃഷ്ണദാസും ധനേഷും ഒക്കെ തന്നെയും നേരത്തെ എടുത്ത നിലപാട് ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്നാ പിന്നെ ആന്റണി രാജു അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 75 ദിവസമായെങ്കിൽ അവർക്ക് 3 ദിവസം കഴിഞ്ഞപ്പോൾ കൊണ്ടായി മൊഴി കൊടുക്കാറുന്നല്ലോ. ഇത് ഇങ്ങനെ തന്നെയാണ്, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഇതിനകത്ത് വേറെ ഒന്നും ഇനി ഞങ്ങൾക്ക് പറയാനില്ല, സത്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാറുന്നല്ലോ. ഇവർ പറഞ്ഞില്ലല്ലോ. ഇവരെന്ത് ഇതിന് ആലോചനയായിട്ട് ഞങ്ങളുമായിട്ട് ഒരുമിച്ചിരുന്ന് ആലോചിച്ച് എടുക്കേണ്ട നിലപാടുകളെല്ലാം എടുത്ത് ഇനി നിങ്ങളെ സഹായിക്കും, ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി ഞങ്ങളോടും പറഞ്ഞ് ഇവര് കത്ത് കൊടുത്തതല്ലേ. അതവർ മനസ്സിലാക്കിയില്ലേ? ഇല്ലേ ആളുകൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ആളുകളൊക്കെ. ഞാൻ ചോദിക്കട്ടെ, ഈ ബിനോയ് ഇത് പറയുന്നതല്ല, ബിനോയ് തന്നെ ഇവിടെ ഒരു കുമ്പസാരം നടത്തിയല്ലോ. ബിനോയ് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ഞാൻ നേരിട്ട് തെളിവില്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കൊണ്ടേ കൊടുത്ത കൈയല്ലേ പറഞ്ഞത്. ഞാൻ കൊണ്ടേ കൊടുത്ത ആളും കൈയും അവിടെ നിൽക്കുമ്പോ പുറകെ കേട്ടറിവുള്ള കാര്യം. കേട്ടറിവുള്ളവന് 2ാം സ്ഥാനം. ഞാൻ 2ാമത് പറയാം, ഞങ്ങളിൽ നിന്ന് പിരിച്ച പൈസ ഇന്നതാണ്, അത് ഇന്ന പോലെ കൊണ്ടേ കൊടുത്തു എന്നൊക്കെ ഞാൻ 2ാമത് ഞാൻ വന്ന് പറയാം. അതായത് ആദ്യം കൊടുത്ത കൈകളല്ലേ അതിനകത്ത് പ്രധാനം. അതിലാകെ ഒരു തർക്കമുള്ളത് 30-ാം തീയതിയാണോ 31-ാം തീയതിയാണോ പാലായി കൊണ്ടേ കൊടുത്തതെന്നല്ലേ. അത് 30-ാം തീയതി ഞാൻ ഇവിടെ തന്നെ വന്നിരുന്ന ഒരു ദിവസം പറഞ്ഞതാണ്. അതൊരു ഞായറാഴ്ചയാണ്. അന്ന് ആന്റണി ടോമിക്ക് അവിടെ ഉണ്ട്. പുള്ളിയുടെ 2-3 ഫോൺ കാണും അദ്ദേഹം ഒരാളുടെ കയ്യിൽ. അപ്പോൾ നിങ്ങൾ ഏത് ഫോണാണ് പരിശോധിച്ചെന്ന് നോക്ക്. അദ്ദേഹം പാലായിൽ ഉണ്ടായിരുന്നപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഫോൺ ഏതാണെന്ന് നോക്ക്. ഇങ്ങനെ നിരവധി ഘടകങ്ങൾ പരിശോധിക്കുക, അപ്പോൾ കിട്ടും അതൊക്കെ പിടി. ഇതൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ഞങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളോട് പറഞ്ഞേനെ, നിങ്ങളുടെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞേനെ. അതിന് അവസരം കൊടുത്തില്ലല്ലോ. നിങ്ങൾ ഓടിക്കൊണ്ടേ പേടിച്ച് ഇത് ഇന്ന് രാവിലെ കൊണ്ട് വൈകിട്ട് കൊണ്ടേ കൊടുത്തു രാത്രിയിൽ. എന്ത് കഥ ഇത്? ആന്റണി രാജു മറുപടി. ആന്റണി രാജു എന്ത് പറയുന്നത് പാവം. ഞാൻ എന്നെ മറുപടി പറയാൻ പിന്നെ ബിനോയും സമ്മതിക്കുന്നില്ല, പിന്നെ നികേഷും സമ്മതിക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ തുടങ്ങും, ബിനോയ് വീണ്ടും തുടങ്ങും. എന്നെ ഇത് കേൾക്കാൻ ഞാൻ ചോദിക്കട്ടെ, ഈ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്ത് കാര്യം എന്ന് പറഞ്ഞ പോലെ ഈ ബിനോയ്ക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ബിനോയ് പറയുന്നു. ബിനോയ് തന്നെ പറയുന്നു ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കൊടുത്തിട്ടില്ല. എന്നോട് ചോദിച്ചിട്ടില്ല കാര്യം ഇവിടെ. ബിനോയ് പോകട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ബിനോയ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ കൊടുത്തുവെന്ന് നിങ്ങൾ പറയുന്ന രാജ്കുമാർ ഉണ്ണിയും ധനുഷും കൃഷ്ണദാസും അവർ കൊടുത്തുവെന്ന് 438 ദിവസമായി ഒരിക്കലെങ്കിലും ആരോടെങ്കിലും പറഞ്ഞതായിട്ട് ശ്രീ ബിനോയ്ക്കൊന്ന് കാണിക്കാമോ, തെളിയിക്കാമോ? ബിനോയ് പറയുന്നു നിങ്ങളോട് പറഞ്ഞു എന്ന്. നിങ്ങളുടെ തെളിവിന് ആ കടലാസിൻ്റെ വില പോലുമില്ല മിസ്റ്റർ ബിനോയ്. നിങ്ങൾ നേരിട്ടിനകത്തൊരു കക്ഷിയല്ല ബിനോയ്. നിങ്ങൾ ആയിരത്തിനും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രതിയാക്കും. അല്ലാതെ കെ എം മാണിക്ക് കാശ് കൊടുത്തുവെന്ന് ഈ 330 ബാറുടമകളിൽ ഒരാൾ പോലും ഇന്ന് വരെ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, കെ എം മാണി ഏതെങ്കിലും ബാറുടമയോട് പണം ചോദിച്ചുവെന്ന് ഒരു ബാറുടമയും പറയാത്ത സ്ഥിതിക്ക് ഡിമാൻഡും അക്സെപ്റ്റൻസും ഇല്ലാത്തൊരു കേസിൽ എന്നെനിക്ക് ആവർത്തിച്ചു പറയേണ്ടി വരും.
ബിനോയ് ഒരു വാദമാണ് ഇവിടെ ഉയർത്തുന്നത്. ആ ഒറ്റ വാദത്തിൽ നമുക്ക് നിൽക്കാം. ബിനോയ് പറയുന്നത് എന്താണ്? മിനിയാന്ന് ഈ പറയുന്ന 3 ബാർ ഉടമകളും ഞാൻ 26-ാം തീയതി ഞങ്ങൾ 26-ാം തീയതി വരാം, പുതിയ മൊഴി നൽകാം എന്ന് പറയുന്നു. ബിനോയ് പറയുന്നു ഞങ്ങളുടെ നേതൃത്വമാണ് ഈ പറയുന്ന 3 പേർ, അവർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഞങ്ങൾക്ക് പലതരത്തിലുള്ള ബിസിനസ് ഉണ്ട്, അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ അടുത്ത കാലം വരെ ഞങ്ങൾ ഒന്നും പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ബാർ വ്യവസായം തന്നെ ആകെ തകർന്നു എന്ന് നിലവരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹപ്രവർത്തകർക്കൊപ്പം നിൽക്കുക എന്ന പ്രത്യേക സാഹചര്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊള്ളാം. അതിന് കാത്തു നിൽക്കുകയായിരുന്നു ബിനോയെ പോലുള്ള ബാർ ഉടമകൾ. പക്ഷേ നിങ്ങൾ വേഗത്തിൽ കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു, തുടരന്വേഷണ റിപ്പോർട്ട് കൊടുത്തു. അതെന്തിനായിരുന്നു? നിങ്ങൾക്ക് ഭയമാണോ എന്നുള്ളതാണ് ചോദ്യം. ഞാനതിന് മറുപടി പറയാം നികേഷ്, ഞാനതിന് മറുപടി പറയാം നികേഷ്. ഇവര് ഈ 75 ദിവസത്തിനിടയ്ക്ക് 3 പ്രാവശ്യം ഇവരോട് ഹാജരാകാൻ പറഞ്ഞു. 3 പ്രാവശ്യം ഇതുപോലെ ഓരോ ഡേറ്റ് മാറ്റി ചോദിച്ചു. 3 പ്രാവശ്യം അവസരം കൊടുത്തു. ഇനിയിപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങളുടെ മൊഴിയെടുക്കാൻ അന്തിമ റിപ്പോർട്ട് കൊടുക്കുന്നതാണല്ലോ. ഇവർക്ക് വേണമെങ്കിൽ 3 പേർക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഇന്നതാണെന്ന് എഴുതി കൊടുക്കാം. ബിനോയ് പറയുന്നത് അങ്ങനെ ഒരിക്കൽ പോലും ഒരു കത്ത് കൊടുത്തിട്ടില്ല. ഇതാദ്യമായിട്ടാണ് 26-ാം തീയതി ഹാജരാകാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് കൊടുക്കുന്നത്. തെളിയിക്കാനോ കഴിയുമോ എന്നുള്ള ഒരു വെല്ലുവിളിയും ബിനോയ് ഉയർത്തുന്നുണ്ട്. ശരിയല്ല. ഞാൻ പറയാം, സുപ്രീം കോടതിയിലെ ബാർ കേസ് നടക്കുന്ന കാലഘട്ടത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾ സുപ്രീം കോടതിയിലെ കേസ് നടത്തുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഈ 3 പേരും അറിയിച്ചിരുന്നു. അങ്ങനെ ഡേറ്റ് മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ മാറ്റി, രണ്ടാമത് വീണ്ടും മാറ്റി, ഇത് മൂന്നാമത് മാറ്റി. ഞാൻ ചോദിക്കട്ടെ, ഇത് മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 പേരുടെയും തെളിവുണ്ടെങ്കിൽ അവർ വിജിലൻസ് കോടതിയിൽ അതിനപ്പുറത്തേക്ക് അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ എനിക്കറിയാനുള്ളത്, ഞാൻ കൈക്കൂലി മേടിക്കുക എന്ന് പറയുന്നു, ഞാൻ കൈക്കൂലി മേടിച്ചു എന്നുള്ള ഒരു ആരോപണം വരുന്നു, അത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടക്കുന്നു. താങ്കളാണ് ഇത് സംബന്ധിച്ച് മൊഴി നൽകേണ്ടത്. താങ്കളോട് വിജിലൻസ് ആവശ്യപ്പെടുന്നു, മൊഴി നൽകാൻ ആവശ്യപ്പെടും. താങ്കൾ പറയുന്നു മൊഴി നൽകാൻ വരില്ല എന്ന് പറയുമ്പോൾ ആ കേസ് പിന്തിരിക്കുകയാണോ? അല്ല, ഇതിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. സത്യത്തിൽ കെ മാണിയോട് എനിക്ക് വലിയ സഹതാപമുണ്ട്. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ആളുകൾ പറയുന്നത് തെറ്റാണ്. സത്യത്തിൽ അദ്ദേഹത്തെ കുരിശിൽ തറയ്ക്കുന്ന പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ വിജിലൻസ് കോടതിയുടെ ഓർഡർ അവിടെ നിൽക്കുന്നു, അത് ശരിവെച്ചുകൊണ്ടുള്ള കമാൽ പാഷയുടെ ഓർഡർ അവിടെ നിൽക്കുന്നു. ഇതിന് രണ്ടിന് ഘടകവിരുദ്ധമായ ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊണ്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നറിയാൻ പാടില്ലാത്ത ആളുകളൊന്നുമല്ല ഈ സുകേശനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും. സത്യത്തിൽ ശ്രീ കെ കരുണാകരൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം വെറ്റിലയും അടക്കയും ഒരു വെള്ളി നാണയവും കൂടി കൊണ്ടുപോയി പുതുപ്പള്ളിയിൽ കൊണ്ടുപോയി ഉമ്മൻചാണ്ടിയുടെ കാൽക്കൽ വെച്ച് നമസ്കരിക്കുമായിരുന്നു. കാരണം കരുണാകരന് പോലും തോന്നാത്ത അതിബുദ്ധിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതോടുകൂടി കെ എം മാണി സാറ് തകർന്ന് തരിപ്പണമായി പോകും. അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ ഒരു റിസൾട്ടാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്നത്. ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ, സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നാൽ കെ എം മാണിയെ കൊണ്ട് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിക്കാമെന്നത്. ആന്റണി രാജു നിയമം പഠിച്ച ആളാണ്, കോടതിയിൽ പോയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് കുറേശ്ശെ ചിരി വരുന്നുണ്ട്, കാരണം അദ്ദേഹം ജോസഫ് ഗ്രൂപ്പുകാരനാണ്. ഇത് എല്ലാവരും എൻജോയ് ചെയ്യാണ്. കെ എം മാണിക്കും അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തതിൻ്റെ എൻ്റെ നികേഷ് ഇതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കില്ലേ? വിജിലൻസ് ഡയറക്ടറാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി സുകേശനെ നിർബന്ധിച്ചത് ആദ്യം, അല്ലേ? അതുകൊണ്ടാണല്ലോ വിജിലൻസ് ഡയറക്ടർക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഹൈറാർക്കിയിൽ ഉണ്ടായിരുന്നയാളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ തുടരന്വേഷണ റിപ്പോർട്ടിൽ മറ്റൊരു വാദവുമായി, കൂടുതൽ തെളിവുകളുമായി, കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി പോയാൽ യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന വിജിലൻസ് ഡയറക്ടറെ തള്ളിപ്പറയുന്ന നിലയിലായിരിക്കില്ല സർക്കാരിന് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റുമോ? അല്ല, വിജിലൻസ് ഡയറക്ടറൊന്നും അങ്ങനെ അനിവാര്യരായിട്ടുള്ള വ്യക്തികളൊന്നുമല്ല. സർക്കാരിനെ സംബന്ധിച്ചുള്ള സർക്കാരിൻ്റെ നിലനിൽപ്പാണ് പ്രധാനം. ഞാൻ പറഞ്ഞു, ഇവിടുത്തെ പ്രശ്നമല്ല ഇത്. അതിഭയങ്കരമായ നമുക്ക് ഈ വരും ദിവസങ്ങളിൽ കാണാമല്ലോ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. ഞാനിതൊരു പ്രവചനമായിട്ട് പറയുന്നതല്ല, അങ്ങനെ സംഭവിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം 50 കൊല്ലമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന കെ എം മാണിയെ പോലൊരാൾക്ക് ഇപ്പോൾ കിട്ടിയ ശിക്ഷ ധാരാളമാണ്. അദ്ദേഹത്തെ ജയിലിൽ പറഞ്ഞയക്കണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇപ്പോൾ കിട്ടിയേക്കാൾ വലിയ സാധനം അദ്ദേഹത്തിൻ്റെ തലയിൽ കുത്തി നിർത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് അദ്ദേഹത്തെ രക്ഷിക്കാനാണ്, സഹായിക്കാനാണെന്ന് വിശ്വസിക്കുന്നവരുടെ കാര്യം എനിക്കൊന്നും പറയാനില്ല. ദൈവം രക്ഷിക്കട്ടെ എന്നല്ലാതെ. തുടരുക. 2-3 കാര്യങ്ങളിൽ ഈ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 30-ാം തീയതിയാണോ പോയത്, 31-ാം തീയതിയാണോ പാലായിലെ വസതിയിൽ പോയത് എന്ന ചോദ്യമുണ്ട്. അവിടെ ഒരു കൺഫ്യൂഷനുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണത്. രണ്ടാമത്തേത് സി ഡി അങ്ങനെ അങ്ങ് കൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ബിജു രമേശിനെ സംബന്ധിച്ചിടത്തോളം പലരെയും രക്ഷിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ബിജു രമേശ് ഇഷ്ടമുള്ളതിനനുസരിച്ച് കഷ്ണിച്ച് കൊടുത്തു. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്.
അതുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണ സംഘം സുകേശൻ ഈ പറയുന്ന തെളിവുകൾ അന്തിമമല്ല എന്നോ അല്ലെങ്കിൽ അവ്യക്തതയോടുകൂടി ഉള്ളതാണെന്നോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ തന്നെയും ഒരു ഘട്ടം കഴിഞ്ഞാൽ മാണിയെ നമ്മൾ അങ്ങനെയുണ്ടല്ലോ, ചില പഴുതുകളിട്ടുകൊണ്ടുള്ള തെളിവുകൾ നൽകുക എന്നുള്ളത് ബാറുടമകളുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ബിജു രമേശിനെ പോലും നമ്മൾ ആ നിലയിൽ സംശയിക്കേണ്ടതുണ്ടോ? അതില്ല, കാരണം ബിജു രമേശ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഒരു ഫോണിലും ഇതെല്ലാം കൂടെ ശേഖരിച്ച് വെച്ചിട്ട് കൊടുത്തത് മറ്റൊരു ഫോണിലുമാണ്. അതാണ് അതിനകത്തെ വ്യത്യാസം. അല്ല, എഡിറ്റിംഗ് നടന്നിട്ടുണ്ട്. അല്ല, എഡിറ്റിംഗ്, കാരണം ഓരോന്ന് പുള്ളി റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഫോൺ അതിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക് ശേഖരിച്ച് വെച്ചിട്ടാണ് ഇതെല്ലാം കൂടെ കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഈ 13 മണിക്കൂറോ ഇത്രയും ദീർഘമുള്ള സംഭാഷണം കിട്ടിയത്. അപ്പോൾ അത് ചിലപ്പം എഡിറ്റ് ചെയ്തോ ശേഖരിച്ച് വെച്ചതോന്നോ തോന്നാം. അതൊന്നും ഇവിടുത്തെ പ്രധാന ഘടകമല്ലല്ലോ. അത് ഓരോന്ന് സെപ്പറേറ്റ് എടുത്തിട്ട് ഇത് പരിശോധിക്കരുതോ? പരിശോധിച്ചാൽ ആരുടെ ശബ്ദമൊന്നും കിട്ടുമല്ലോ. അതിനകത്ത് എന്ത് തെറ്റിരിക്കുക? ഞാൻ പറഞ്ഞു 30-ാം തീയതിത്തെ കണക്ക് ഞാൻ പറഞ്ഞു, 30 അല്ല 31-ാം തീയതി അല്ല 30-ാം തീയതി ഞായറാഴ്ചയാണ് പാലായി പോയത്. അതൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് ഞങ്ങൾ അറിഞ്ഞിട്ട് എന്ത് കാര്യം? കൊടുത്ത കൈ വേറെയാ, അവർ പറയണ്ടേ. ഡോമിനിക് എന്ന് പറഞ്ഞ അദ്ദേഹം ഞങ്ങളുടെ ബാർ അസോസിയേഷൻ കോട്ടയം ജില്ലയിൽ അദ്ദേഹം ആ കൂട്ടത്തിലുണ്ടായിരുന്നു, സാജു ഡോമിനിക്ക്. അദ്ദേഹം ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അദ്ദേഹം അവിടെ ഇപ്പം അതിനേക്കാൾ പ്രധാനപ്പെട്ട, ശരിയാണ്, ഇപ്പോൾ താങ്കൾ എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഇനിയിപ്പോൾ 26-ാം തീയതി ഹാജരാകാം എന്ന് ഇവർ പറയുമ്പോൾ അവരെന്തായിരുന്നു വെളിപ്പെടുത്താനിരുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞു, അതായത് ഈ മാണി സാറിൻ്റെ കാര്യം മാത്രമല്ല, ഈ പണം മുഴുവൻ ഞങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ടല്ലോ. ഈ പണത്തിൻ്റെ എത്ര ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ അവരാണ് കണക്ക് തരണ്ടേ. ഈ പറഞ്ഞല്ലോ, ഒരു ബാർ ഉടമകൾ 2-3 ലക്ഷം രൂപ കൊടുത്തവരുണ്ട്, 1 ലക്ഷം കൊടുത്തവർ, പലതരത്തിലാണ്. അതൊക്കെ തരേണ്ടത് ഇവരാണ്. ഇവർ പൂഴ്ത്തി കെട്ടി വെച്ചിരിക്കും. ഇത് സുകേശൻ സാറ് മൊഴിയെടുത്തപ്പം നേരത്തെ ആന്റണി രാജു അദ്ദേഹം പറഞ്ഞു, ഒരു ബാർ ഉടമ പോലും മാണി സാറിന് പൈസ കൊടുത്തെന്ന് പറഞ്ഞില്ല. അതെങ്ങനെ പറയുന്നത്? ഞങ്ങൾ പണം എല്ലാം കൂടെ പിരിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് കൊടുത്തെന്ന് പറഞ്ഞു. അതെന്ത് കാണിച്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതിലേ പറയാനൊക്കൂ, എനിക്കും അതല്ലേ പറയാനൊക്കൂ. ആന്റണി രാജു, ഇല്ലിക്കാടിൻ്റെ വിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാറുടമകൾ പിരിച്ച പണം എത്രയാണ് എന്ന് കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം നടത്തണം എന്നാണ്. അങ്ങനെ ഓരോ ബാറുടമകളിൽ നിന്നും 2-3 ലക്ഷം രൂപ പിരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 10-700 ബാറുകളാകുമ്പോൾ അത് 10 കോടിക്കും 15 കോടിക്കും ഇടയിൽ വരും. അപ്പോഴാണ് ബാറുടമകൾ മിനിയാന്ന് കത്ത് നൽകുന്നത്. അവരുടെ ഇൻറ്റേർണൽ ഡിസ്കഷൻ നടക്കുന്നു. ഇൻറ്റേർണൽ ഡിസ്കഷനിൽ എന്താണ് പറയുന്നത്? ഇനിയെങ്കിലും ഞങ്ങൾ സത്യം പറയാമെന്നാണ്. എന്നിട്ട് അവർ രേഖാമൂലമുള്ള കത്ത്, ഈ കത്തൊക്കെ കോടതിയിൽ വരില്ലേ അന്തിമവാദം വരുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ജുഡീഷ്യൽ സ്ക്രൂട്ടിനി ഘട്ടത്തിൽ? അപ്പോൾ കത്ത് കൊടുത്ത് അക്കാര്യത്തിൽ ഒരു തെളിവ് നൽകാൻ അവരിയ്ക്കുമ്പോഴാണ് അന്തിമ റിപ്പോർട്ട് ധൃതി പിടിച്ച് നൽകുന്നത് എന്ന് പറയുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞതിലേക്ക് തിരികുകയാണ്. ഇല്ലിക്കാടൻ എന്താണോ നിർദ്ദേശിച്ചത് അതിന് ഘടകവിരുദ്ധമായിട്ടാണ് തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ജയശങ്കർ പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് വെറ്റിലയും അടക്കയും ഒരു വെള്ളി നാണയവും സമർപ്പിക്കും എന്ന്. കാരണം മാണിയെ അന്തിമമായി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഉദ്ദേശിക്കുന്നത് എന്ന്. അല്ല, അഡ്വക്കേറ്റ് ജയശങ്കർ ഇതുപോലെ പല പ്രതീക്ഷകളും വെച്ച് പുറത്തിയിട്ടുണ്ട്. മാങ്ങ, ചക്കപ്പഴം വീണ് പുഴുത്ത് നാറി ഈച്ച അരിച്ച് പഴുത്ത് ഒന്നും നടന്നില്ല. അരിക്കര ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അതിലൊക്കെ പോട്ടെ. അല്ല, ഞാൻ അതിലേക്ക് പറഞ്ഞില്ല. ഏതായാലും ജസ്റ്റ് ഇല്ലിക്കാടൻ ജഡ്ജി പറഞ്ഞ നിർദ്ദേശം അനുസരിച്ചുള്ള അന്വേഷണമല്ല ശ്രീ സുകേശൻ നടത്തിയിട്ടുള്ളതെങ്കിൽ അത് കോടതി പരിശോധിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ. ഞങ്ങൾ നിയമത്തിന്റെ വഴിക്ക് പോകുന്നത് ഞങ്ങൾക്കെതിരില്ല. പക്ഷേ ഇവിടെ കോടതി പറഞ്ഞ 20 കോടി രൂപ പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പിരിച്ച രൂപ എവിടെ പോയി അന്വേഷിക്കണമെന്നാണ്. അങ്ങനെ 20 കോടി രൂപ പിരിച്ചതായി സുകേഷിന് ബോധ്യപ്പെട്ടിട്ടില്ല. ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ബിനോയ് പറയുന്നത് എന്താണ്? ബിനോയ് പറയുന്നത് ഈ നേതൃത്വം ഞങ്ങളോട് ഈ അവസാനം സമ്മതിച്ചിരിക്കുന്നു, ഞങ്ങൾ എത്ര പിരിച്ചു, അത് ആർക്കൊക്കെ കൊടുത്തു എന്ന് പറയാൻ തയ്യാറായി നിൽക്കുകയാണ്. ധനേഷിൻ്റെ മകളുടെ കല്യാണ നിശ്ചയമായതിനാൽ ധനേഷിന് വ്യക്തിപരമായി അക്കാര്യത്തിൽ ഒരു സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് 26-ാം തീയതി എല്ലാവരും സത്യം പറയാൻ തയ്യാറായി നിൽക്കുന്ന ഘട്ടത്തിൽ എന്തിനാണ് ഇത്ര ധൃതി പിടിച്ചില്ല എന്നെങ്ങനെ പറയാൻ കഴിയും? ശരിയാണ്, 26-ാം തീയതി. ഇനി അവർ നേരത്തെ പറഞ്ഞ മൊഴി തന്നെയാണ് പറയാൻ പോകുന്നത് എങ്കിൽ എന്തിനാണ് വിജിലൻസ് ഭയക്കുന്നത്? സർക്കാർ എന്തിനാണ് ഭയക്കുന്നത്? നികേഷ്,
ഒന്നാമത് ബിനോയ് പറഞ്ഞു, സുപ്രീം കോടതിയുടെ വിധി വന്ന് അന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്നെല്ലാം പൊട്ടിക്കുമെന്ന് പറഞ്ഞു. മറ്റൊന്നുകൂടെ ഞാൻ പറയട്ടെ, ഈ ബാറുടമകൾക്ക് നേരത്തെ ഒരിക്കലും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് നിങ്ങളുടെ നേതൃത്വങ്ങളെല്ലാം പറഞ്ഞു ഉപ്പ് തിന്നുന്നോ വെള്ളം കുടിക്കും, ഉപ്പ് തിന്നുന്നോ വെള്ളം കുടിക്കും. നിങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഉപ്പ് തിന്നുന്നവരൊക്കെ വെള്ളം കുടിക്കാനുള്ള ഒരു അവസരം ഇതാ വരാൻ പോകുന്നു. അതാ ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ പൊട്ടിക്കും പിടിക്കും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരിക്കലും ഞാൻ പറയുകയും ചെയ്യില്ല. പോലും ബിനോയ്ക്ക് ഇടപെടേണ്ടി വരുന്നത്. ബിനോയ് സുപ്രീം കോടതി വിധി വരുന്നത് ഇതേ സീറ്റിലാണ് ഇരുന്നത്. ബിനോയ് അന്ന് പറഞ്ഞത് എന്താണ്? ബിനോയ് പറഞ്ഞത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഞങ്ങൾ പറയുന്നതിനെ കുറിച്ച് ആലോചിച്ച് വരികയാണ്, ഞങ്ങൾ നേതൃത്വവുമായി കൺസൾട്ട് ചെയ്യട്ടെ, അവർ പറയാൻ തയ്യാറില്ലെങ്കിൽ മാത്രമല്ലേ ഞങ്ങൾ പറയേണ്ടതുള്ളൂ, അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കട്ടെ എന്നാണ്. നികേഷ്, ബിനോയ് പറയുന്നതല്ലേ ഞാൻ കേട്ടോണ്ടിരിക്കുകയല്ലേ, ഞാൻ ഇന്റർഫിയർ ചെയ്യുന്നില്ലല്ലോ. ഞാൻ പറയുമ്പോൾ അത് അസ്വസ്ഥന ഇന്റർഫിയർ ചെയ്യുമ്പോൾ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. ഇവിടെ പറഞ്ഞിട്ടില്ല സുപ്രീം കോടതി പറയൂ. ഇതെങ്ങനെ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് പറയും മറുപടി, ഞാൻ പറഞ്ഞിട്ട് മറുപടി പറയൂ ബിനോയ്. നിങ്ങൾ പറയുന്ന കള്ളം മുഴുവൻ ഞാൻ കേട്ടോണ്ടിരിക്കുകയല്ലേ, ഞാൻ പറഞ്ഞിട്ട് മറുപടി പറയൂ. ഞാൻ പറയട്ടെ നികേഷ്, ഇവിടെ നേരത്തെ കൊടുത്തിട്ടുള്ള 330 ബാറുടമകളുടെ മൊഴിയിൽ നിന്ന് ഘടകവിരുദ്ധമായി പരസ്പര വിരുദ്ധമായി ഒരു മൊഴി ഇനി കൊടുക്കാൻ ബാറുടമകൾക്ക് നിയമപരമായി കഴിയില്ല. എന്നേക്കാൾ നിയമപരമായി അറിയുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ ഇരിക്കല്ലേ. ഞാൻ പറയുന്നു, അങ്ങനെ കൊടുത്താൽ ഈ 2 പരസ്പര വിരുദ്ധമായ മൊഴി കൊടുത്താൽ ആ മൊഴികൾ കോടതി വിശ്വസിക്കില്ല, അത് പ്രതിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മൊഴിയൊന്നും ആരും ഭയക്കേണ്ട കാര്യമില്ല. ഈ നേരത്തെ കൊടുത്തതിൽ നിന്ന് ഘടകവിരുദ്ധമായ ഒരു മൊഴി കൊടുത്താൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ കെ.എം. മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് കൊടുക്കാൻ വിജിലൻസിന് വളരെ എളുപ്പമാവും കാര്യങ്ങൾ. തുടരുക. ശ്രീ ബിജു രമേശ്, ഇതിനകം തന്നെ സമ്മർദ്ദം ചെലുത്തുകയും പേടിപ്പിക്കുകയും ചെയ്തു. ബിജു രമേശ്, താങ്കളോടാണ് എൻ്റെ ചോദ്യം. ഇതിനകം താങ്കൾ ഇപ്പോഴാണല്ലോ വന്നത്, അതുകൊണ്ട് ഞാൻ ഒന്ന് സമ്മപ്പ് ചെയ്യാം ഇതുവരെ നടന്ന ചർച്ച. ബിനോയ് പറയുന്നത് കൃഷ്ണദാസും ധനേഷും രാജ്കുമാർ ഉണ്ണിയും മിനിയാന്ന് വിജിലൻസിന് എഴുതി കൊടുത്തിരിക്കുന്നു 26-ാം തീയതി മൊഴി നൽകാമെന്ന്. മാത്രമല്ല ബിനോയ് ഈ നേതൃത്വവുമായി കൺസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ബിനോയ്ക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ് ഞങ്ങൾ ഇനിയെങ്കിലും സത്യം പറഞ്ഞുകൊള്ളാമെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലും 26-ാം തീയതി ഡേറ്റ് ചോദിച്ചത്. ബിനോയ് പറയുന്നത് ധൃതി പിടിച്ചിപ്പോൾ വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ പലരുടെയും പേരുകൾ ഉയർന്നു വരാനിടയുണ്ട്, മാണി സാറിൻ്റെ മാത്രമല്ല എന്നതുകൊണ്ടാണെന്നാണ്. തീർച്ചയായിട്ടും മാണിസാറിന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് ഇതിനുമുമ്പ് ഒരു അനാസ്ഥ കാണിക്കുകയും ചെയ്തു. മാണിസാറിന്റെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി അടുത്ത കേസിൽ പ്രതിയാക്കി ഇതെല്ലാം ചെയ്തു. ഇപ്പം ഈ ബിനോയ് പറഞ്ഞ കാര്യം 100% സത്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേസ് പെട്ടെന്ന് ബാക്കിയുടെ അന്വേഷണത്തിലേക്ക് വരികയും ഞാൻ 3 ദിവസം മുമ്പ് ശ്രീ ധനേഷുമായി സംസാരിച്ചു. ഞങ്ങൾ പറയാൻ തയ്യാറാണ് എന്നുള്ള അവസ്ഥയിൽ ഇനിയിപ്പം ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇതുവരെയും കെ ബാബു ശരിയാക്കി കൊടുക്കാമെന്നുള്ള സമ്മർദ്ദത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവരെ സമ്മർദ്ദം ചൊലുത്തിയാ നിർത്തിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയാതിരുന്നത്. അവരെ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അതിനകത്ത് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പറയാതിരുന്നത്. ഇപ്പൊ ബാക്കി അസോസിയേഷൻ അംഗങ്ങളും എല്ലാവരും പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിൽ വന്നപ്പോൾ ഇവർക്ക് സത്യം പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അല്ലെങ്കിൽ 25 കോടി രൂപയും ഇവർ അസോസിയേഷൻ അംഗങ്ങൾക്ക് തിരിച്ചു നൽകേണ്ടി വരും. ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സാഹചര്യം എത്തിയപ്പോൾ പറയാമെന്ന് ധനേഷ് 3 ദിവസം മുമ്പ് എന്നോട് ഫോണിലൂടെ സംസാരിച്ചാണ്. മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഞാൻ വിജിലൻസിൽ പോയി സംസാരിക്കാം, തുറന്ന് പറയാം എന്നുള്ള കാര്യത്തിലേക്ക് തെളിവുകൾ ഹാജരാക്കാൻ ധനേഷിന്റെ കയ്യിലുണ്ട്, ഹാജരാക്കാമെന്ന്. ആദ്യം പറഞ്ഞ ഇതും ഇപ്പൊ പറഞ്ഞത് മാറ്റി പറഞ്ഞു എന്ന് പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ആന്റണി രാജു പറയുമ്പോൾ അതിനകത്തില്ല. കാര്യം ആദ്യം ഗവൺമെന്റ് തലത്തിൽ നിന്ന് ശക്തമായ സമ്മർദ്ദങ്ങൾ അവർക്കുണ്ടായിരുന്നു. കെ ബാബു അവരെ ഭീഷണിപ്പെടുത്തി മുൾമുനയിൽ നിർത്തിയിരുന്നു. അവർക്ക് വേറെ ആനുകൂല്യങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ് നിർത്തിയിരുന്നു. ഇപ്പൊ അതൊക്കെ സുപ്രീം കോടതിയിൽ അവസാനിച്ച സാഹചര്യത്തിൽ അവരവരെ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ബാക്കി ഇതുവരെയുള്ള അന്വേഷണങ്ങളും ഈ പറയപ്പെടുന്ന 25 കോടിയോളം രൂപ എവിടെ പോയി എന്നുള്ള വസ്തുതകൾ പറയുമ്പോൾ ബാക്കി പലരും അതിനകത്ത് കുടുങ്ങും. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ മറ്റേ കെ ബാബു അതിനകത്ത് വരും, മറ്റ് പ്രമുഖരായിട്ടുള്ള പലരും വരും എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഈ കേസ് എത്രയും പെട്ടെന്ന് ഒതുക്കി തീർക്കാനായിട്ടും ഇങ്ങനെ റഫർ റിപ്പോർട്ടായിട്ട് എഴുതാനായിട്ട് സുകേശിനെ പ്രേരിപ്പിച്ചത്. കാരണം 3 ദിവസം മുമ്പ് ഞാൻ സുകേശൻ എന്റെ ഓഫീസിൽ വന്നിരുന്നു. അവിടുത്തെ കണക്കുകളെല്ലാം ഒന്നുകൂടി നോക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഇത് കംപ്ലീറ്റ് നേരത്തെ വ്യക്തമായിട്ട് നോക്കിയതാണല്ലോ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഒരു കാരണവശാലും മാണി രക്ഷപ്പെടാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി അതിന്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഞാൻ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് അദ്ദേഹം ഇപ്പൊ റഫർ റിപ്പോർട്ട് കൊടുത്തത്? അതിനുള്ള സാഹചര്യം എന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ് ഇത് വന്നതിന് ശേഷം. ഞാൻ ഫോണിലെല്ലാം ട്രൈ ചെയ്ത് നോക്കി, കിട്ടിയിട്ടില്ല.
ബിജു രമേശിന് മനസ്സിലായില്ല അതിന്റെ ലോജിക്. ബിജു രമേശ്, താങ്കളോട് സുകേശൻ മാണി ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു തുടർ പരിശോധനകൾ നടത്തുന്നതെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. മാണി ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ സുകേശൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയക്കാർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലിംസി ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇപ്പം എന്ത് പറ്റി? ഈ പണം വാങ്ങി എന്ന് ബിനോയ് പറയുന്ന ആളുകൾ, പണം വാങ്ങി എന്ന് ബിജു രമേശ് പറയുന്ന നേതാക്കൾ, കോൺഗ്രസ്സുകാർ, അവർ ചിത്രത്തിൽ വരുന്നില്ല. ഈ റിപ്പോർട്ടുമായിട്ട് വീണ്ടും ജോൺ ഇല്ലിക്കാടൻ്റെ കോടതിയിൽ ചെല്ലുന്നു. ഇല്ലിക്കാടൻ നിർഗന്ധലക്കിട്ട് ഒന്ന് കൊടുക്കുന്നു. അതോടെ ആ റിപ്പോർട്ട് പോകുന്നു. മാണിയുടെ കാര്യം അധോഗതിയാവുന്നു. മാണിയെ കുളിപ്പിച്ച് കിടത്തുന്നു. അതേസമയത്ത് കോൺഗ്രസ്സുകാർക്കെതിരായിട്ട് ഒരു അന്വേഷണം നടക്കുന്നുമില്ല. എങ്ങനെയുണ്ട് ബുദ്ധി? അതാണ് ഞാൻ പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ. ശ്രീ സുനിൽകുമാർ, താങ്കൾ ഈ ഇവിടെ ആന്റണി രാജു പറയുന്നത് ഇതിന്മേലൊരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി ഉണ്ടാവുമല്ലോ, അപ്പോൾ നോക്കാം എന്ന് മാത്രമാണ്. അതായത് ഈ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയിൽ ശരി ഈ റിപ്പോർട്ട് വാങ്ങിവെച്ചിട്ട് കേസ് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ഇല്ലിക്കാടൻ പറയുകയാണെങ്കിൽ മാണി സാർ 12-ാം തീയതി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. അതല്ല, നേരത്തെ ജയശങ്കർ സൂചിപ്പിച്ച പോലെ നെറുകന്തലയ്ക്ക് മാണിക്ക് അടിയാണ് കിട്ടുന്നത് എങ്കിൽ അതോടുകൂടി മാണി സാറിൻ്റെ മന്ത്രിസ്ഥാനം മാത്രമല്ല രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഈ കളി കളിച്ചത് എന്നാണ് പറയുന്നത്. താങ്കൾ ജുഡീഷ്യൽ സ്ക്രൂട്ടിനി അല്ലെങ്കിൽ ജുഡീഷ്യൽ പ്രോസസ്സിൽ ഇടപെട്ടിട്ടുള്ള ആളാണല്ലോ. ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? അതായത് പിന്നെ നികേഷ്, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ട് അസംബന്ധമാണ്. ഇത് പിന്നെ വിജിലൻസ് കോടതിയിലും ഇത് ഹൈക്കോടതിയിലും ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം ഹൈക്കോടതി ഇവർ കൊടുത്ത ഫാക്ച്വൽ റിപ്പോർട്ടും അന്തിമ റിപ്പോർട്ടും അംഗീകരിക്കാതിരുന്നതിന് കാരണം അതിനകത്ത് അന്ന് പറഞ്ഞ കാര്യം കെ എം മാണിക്കെതിരെ തെളിവില്ല എന്നല്ല, തെളിവ് ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന തെളിവുകൾ ശേഖരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണം പ്രഖ്യാപിച്ചത്. ആ തുടരന്വേഷണത്തിൽ ഇപ്പോൾ പറയുന്നത് എന്താ? കെ എം മാണിക്കെതിരെ തെളിവില്ല എന്നല്ല, കെ എം മാണിക്കെതിരെയുള്ള തെളിവ് ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. തെളിവില്ലെന്ന് പറയുന്നു, തെളിവ് ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയും രണ്ടാണ്. തെളിവ് ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണ ഏജൻസിയുടെയും പരിമിതി വളരെ പച്ചയായി റിപ്പോർട്ടിൽ പറയുകയാണ്. അങ്ങനെ പറഞ്ഞാൽ ആ റിപ്പോർട്ട് എങ്ങനെയാണ് സമ്പൂർണ്ണമായിട്ട് റിപ്പോർട്ടായി മാറുക? അതെങ്ങനെയാണ് സത്യം കണ്ടെത്തിയ റിപ്പോർട്ടായി മാറുക? ആ റിപ്പോർട്ട് എങ്ങനെയാണ് കുറ്റവിമുക്തമായ റിപ്പോർട്ടായി മാറുക? അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പായി കൊടുത്തിരിക്കുന്ന CBI എൻക്വയറിക്ക് ശക്തമായി സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. ഈ റിപ്പോർട്ട് ഹൈക്കോടതിയോ ഈ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതി അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ഇവിടെ അഡ്വക്കേറ്റ് പിന്നെ ജയശങ്കർ സൂചിപ്പിച്ച പോലെ ഇത് കെ എം മാണിക്കെതിരെയുള്ള അടി മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ കൂടി നെറുകന്തലയിൽ അടി കിട്ടാൻ പോകുന്ന വിധി വരാൻ പോവാണ്. അതുകൊണ്ട് ഇത് പുലിമുറ്റത്ത് പോകുമെന്ന് കോൺഗ്രസ്സുകാർ UDF വിചാരിക്കേണ്ട. ഇന്ന് രാവിലെ ലാവലിൻ കേസിൽ അന്വേഷണത്തിൽ പിന്നെ ഹർജി കൊടുത്ത അന്ന് തന്നെയാണ് നാടകീയമായി ഇന്ന് വൈകുന്നേരം ധൃതി പിടിച്ച്, ഇവിടെ നേരത്തെ ബിനോയ് പറഞ്ഞ പോലെ ധൃതി പിടിച്ച് എടുക്കേണ്ട തെളിവ് എടുക്കാതെ, കളക്ട് ചെയ്യേണ്ട തെളിവ് കളക്ട് ചെയ്യാതെ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ പിന്നിൽ വളരെ മ്ലേച്ഛമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന നാട്ടിലെ ജനങ്ങൾക്കറിയാം, കോടതിയും തിരിച്ചറിയാം. അതുകൊണ്ട് നിയമയുദ്ധത്തിലേക്ക് പോവുകയാണ് ഈ ഗവൺമെന്റ്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ റിപ്പോർട്ടോടുകൂടി കെ എം മാണിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കഴിയില്ല. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, കെ എം മാണി വരുന്ന നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ അവതരിപ്പിക്കട്ടെ. അത് ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയായിരിക്കും, നീതിന്യായ നിയമവ്യവസ്ഥയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയായിരിക്കും. അതിന് വലിയ വില ഈ ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും. സുനിൽകുമാർ, ഇതിനകം തന്നെ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് മാത്രമല്ല ആന്റണി രാജു ലഡു വാങ്ങി വെച്ചിരിക്കുന്നു. ഞാനത് പറയാൻ വരുമായിരുന്നു. ലഡു ആന്റണി രാജുവിന്റെ ലഡു ഇപ്പൊ നേരത്തെ തന്നെ ജോസഫ് ഞാൻ വരാൻ വൈകിയതിന് കാരണം എന്താണെന്നറിയാമോ? ജോസഫ് പുതുശ്ശേരി ഈ പിന്നെ പറഞ്ഞ കാര്യം കെ എം മാണിയൊക്കെ കാശ് വാങ്ങിയെന്നും ഇത് കച്ചവടമാണെന്ന് എനിക്കറിയാമെന്ന കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയ ശബ്ദരേഖ ഒരു ചാനൽ പുറത്തുവിട്ടിരിക്കുകയാണ്. ശ്രീമാൻ ബിജു രമേശാണ് പറഞ്ഞിരിക്കുന്നത്. ആന്റണി രാജുവിന് അറിയാത്ത കാര്യമാണോ ഈ പുതുശ്ശേരിക്ക് അറിയാത്തത്? ആന്റണി രാജുവിനെ ഏറ്റവും നന്നായിട്ട് അറിയാം കെ എം മാണി കാശ് വാങ്ങി എന്നുള്ള ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഞാൻ പിൻവലിച്ചുകൊണ്ട് സത്യസത്യമല്ലാതിരിക്കില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാനിപ്പോ ആന്റണി രാജുവിന്റെ ധർമ്മസങ്കടം എനിക്കറിയാം. പക്ഷേ ഇവിടെ ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, കെ എം മാണിയും സംഘവും. അതേ മാത്രമല്ല കെ ബാബു അടക്കമുള്ള ആളുകൾ കെ എം മാണിക്കെതിരെ FIR ഇട്ടു. എന്തുകൊണ്ട് ഇപ്പോ കെ ബാബുവിന് FIR ഇട്ടില്ല? കോടതി ചോദിച്ചിരിക്കുകയാണ്. ഇത് മാത്രം ഇപ്പോ ഈ പിന്നെ ജയശങ്കർ ചോദിച്ച പോലെ കോൺഗ്രസ്സുകാർ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ കേസ് വീണ്ടും നിൽക്കുകയാണ്. കെ എം മാണിക്കെതിരായുള്ള കേസിനേക്കാൾ വ്യക്തവും ശക്തവുമായ തെളിവുള്ള കേസാണ്.
ബിജു രമേശ് ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ശ്രീ ബിജു രമേശ്, കോടതിയുടെ താങ്കൾ ഇപ്പോൾ പുതിയൊരു CD-യുമായി പുറത്തു വന്നിരിക്കുന്നു. ഞങ്ങളുടെ കയ്യിലും ഉണ്ടത്. അത് എൻ്റെ ആധികാരികത പരിശോധിച്ചു വരികയാണ്. അത് ആധികാരികത പരിശോധിക്കാതെ മുമ്പ് അത് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ താങ്കൾക്ക് പറയാം, താങ്കളുടെ ഉത്തരവാദിത്തത്തിൽ താങ്കൾക്ക് പറയാം എന്താണ് അതിലെന്ന്. കഷ്ടമാണ്. അതെ, അത് മാത്യു എന്ന് പറയുന്ന തിരുവല്ലയിലുള്ള ബാറുടമ പുതുശ്ശേരിയുടെ വീട്ടിൽ ചെന്ന് പുതുശ്ശേരിയുമായി നടത്തുന്ന ഒരു സംഭാഷണമാണ് അതിനകത്തുള്ളത്. അതിനകത്ത് ഈ പൈസ കൊടുത്തതും ഈ ബാർ തുറക്കാതിരിക്കാൻ വേണ്ടി പൈസ കൊടുത്തു, 5 കോടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് മാത്യു സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ജോസഫ് പുതുശ്ശേരിയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഇതെല്ലാം കച്ചവടമാണ്, അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കച്ചവടമാണെന്ന് അദ്ദേഹം തന്നെ ഈ കേരള കോൺഗ്രസിന്റെ വക്താവ് തന്നെ സമ്മതിക്കുന്നുണ്ട്. അതുപോലെ ക്യാബിനറ്റിൽ വെച്ച് ബാബുവും മാണിസാറുമായി ഉണ്ടായ തർക്കത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വളരെ വ്യക്തമായി പുതുശ്ശേരി ഈ മാത്യുവിനോട് പറഞ്ഞു കൊടുക്കുന്ന സംഭാഷണങ്ങളാണ് അതിനകത്തുള്ളത്. എങ്ങനെയാണ് ഫയൽ വന്നതെന്നും ബാബു പറഞ്ഞുവെന്നും ബാബു മാണിസാറുമായിട്ട് തെറ്റിയെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്നും ഉള്ള കാര്യങ്ങൾ മാത്യുവിനോട് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ്. ഇതെല്ലാം കച്ചവടമാണ് ഇവർ നടത്തുന്നതെന്നുള്ള വളരെ വ്യക്തമായി കാര്യങ്ങളെല്ലാം ജോസഫും പുതുശ്ശേരിക്കൊക്കെ ഇതിൽ എന്തറിയാം, ഈ കേട്ടറിവല്ലാതെ അറിയുന്ന ആളുകൾ ഇവിടെ വരുന്നു. എലഗൻസ് ബിനോയ് 10-13 ബാർ നടത്തുന്നതാണ്. എലഗൻസ് ബിനോയ്ക്ക് അറിയാം ആർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ട്, ആരാണ് കൊടുത്തത്, ഏത് ദിവസമാണ് കൊടുത്തത് എന്നൊക്കെ. 30-31 സംബന്ധിച്ച് ഒരു കൺഫ്യൂഷനും ഇല്ല. 30 ഉറപ്പിച്ചോളൂ എന്ന് എലഗൻസ് ബിനോയ് പറയുന്നു. അതായത് ഞങ്ങൾ 2-3 ലക്ഷം രൂപ വെച്ച് ഓരോ ബാർ ഉടമകളിൽ നിന്നും പിരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അത് മുഴുവൻ പറയാൻ 26-ാം തീയതി ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന ജോസഫ് മുസേരിക്ക് എന്ത് പ്രസക്തി? ഇതാ ഇവരാണ് പൈസ കൊടുത്തത്, ഇവരാണ് പറയുന്നത് ഞങ്ങൾ പറയാൻ പോവുകയാണ് 26-ാം തീയതി എന്ന്. അതിന് അനുവദിക്കുന്നില്ല വിജിലൻസ്. തുടരന്വേഷണ റിപ്പോർട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു, കോടതിയിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ആന്റണി രാജു പറയുന്നത് ആന്റണി ജുഡീഷ്യൽ പ്രോസസ്സ് പൂർത്തിയാക്കട്ടെ. എന്താണ് ഇതിൽ ഇനി ഈ ചക്ക വീഴുന്ന കഥ ഇനി പറയല്ലേ? അത് പോയി, ചക്കയുടെ കഥ ഞാൻ ഉപേക്ഷിച്ചു. ഇനിയിപ്പോൾ ചക്ക വന്ന മേടമാസത്തിലേ ഉള്ളൂ. ഇത് സംഗതി വളരെ കഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കോൺഗ്രസ്സുകാർ വളരെ വിദഗ്ധമായിട്ട് മറ്റുള്ളവരെ ഏമാത്തുകയാണ്. അതാണ്. പിന്നെ ബാറുകാരെ കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഇപ്പോൾ പുതുശ്ശേരിയുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി. പല ആളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യാറില്ല. റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിൽ കിട്ടുന്നത് അത്ര രഹസ്യങ്ങൾ നിങ്ങൾക്ക് ആർക്കും കിട്ടില്ല. പക്ഷേ അതൊക്കെ ഒരു മര്യാദ വേണം. നമ്മൾ പല ആൾക്കാർ സ്വകാര്യ സംഭാഷണത്തിൽ പലതും പറയും, അതൊന്നും ടി വിയിൽ പോയിട്ട് പോലും പറയാൻ പാടില്ല. ബിജു രമേശ് തന്നെ അതിലേക്ക് വരാം. എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, ഈ ബാറുകാരെ കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പാടില്ല. അവരത് റെക്കോർഡ് ചെയ്യും. PC ജോർജുമായിട്ടുള്ള സംഭാഷണം പോലും റെക്കോർഡ് ചെയ്തതാണ് ബിജു രമേശ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. PC ജോർജ് നമ്മളൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറയും, അതൊക്കെ പുറത്ത് പറയാൻ പാടും. പുറത്ത് പറഞ്ഞാൽ ശരിയല്ല, അത് മര്യാദയല്ല. അത് ഒരു നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി, നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നത്. അതിനപ്പുറത്ത് ബിനോയിലാണ് ഇന്ന് വാർത്ത, അതുകൊണ്ട് ഞാൻ ബിനോയിലേക്ക് തന്നെ തിരികെ വരികയാണ്. അതായത് 26-ാം തീയതി അവർ പറയാൻ പോകുന്നത് സമാനമായ നേരത്തെ കൊടുത്ത അതേ മൊഴി തന്നെ അല്ലാന്നെങ്ങനെ ബിനോയ്ക്ക് അറിയാം? ഒരിക്കലുമല്ല. കാരണം അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഇനി. കാരണം ഞങ്ങളുടെ ദുരിതവും കഷ്ടപ്പാടും കണ്ടിട്ട് നാളെ അവർക്ക് വഴിയിലിറങ്ങി നടക്കണ്ടേ, ഞങ്ങളുടെ മുമ്പിൽ കൂടെ നടക്കണ്ടേ ഇനി? അത് സാധിക്കുമോ? അതിനെന്താ കുഴപ്പം? ഒരിക്കലും ഇല്ല. കാരണം ഞങ്ങളോടൊരു പ്രതിബദ്ധത ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഇത്രയും നാള് ഇവരുടെ വാക്കും കേട്ട് അവിടെ വാ, ആ വാദക്ക വാ, ഈ വാദക്ക വാ എന്നൊക്കെ പറഞ്ഞ് കുറെ നാൾ നടന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് ബിജു രമേശ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ വളർത്തി തരാം, ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവിടെ വാ, സുപ്രീം കോടതി വെച്ച് ശരിയാക്കാം, ഹൈക്കോടതി വെച്ച് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് അത്ര അറിവില്ലായിരുന്നു. ഇപ്പൊ കേട്ടില്ലേ, ഇതൊക്കെ എല്ലാം പൊളിഞ്ഞു. എല്ലാം പൊളിഞ്ഞിട്ട് ഇനി എന്തിന് ഇവരെ വിശ്വസിക്കുമെന്ന് അവർക്കും തോന്നാമല്ലോ. ഒരു ഘട്ടത്തിൽ നിങ്ങളൊരു എക്സിക്യൂട്ടീവിൽ വലിയ വീരവാദം മുഴക്കല്ലോ, ഇപ്പോൾ ഉടനെ അത് പിന്നെ ഇതെല്ലാം കണക്കുകളൊക്കെ ഹാജരാക്കണം. അപ്പോൾ അവർ പറഞ്ഞു 1 മാസത്തിനുള്ളിൽ ഹാജരാക്കാം. ഇവർ സംയുക്ത വാർത്താ സമ്മേളനം വരെ നടത്തിയതാണ്. ആര്? രാജ്കുമാർ ഉണ്ണിയും ബിജു രമേശും ആജന്മ ശത്രുക്കളായി മാറിയല്ലോ ആ വെളിപ്പെടുത്തലിനെ തുടർന്ന്. ഇവർ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയ 1 മാസത്തിനുള്ളിൽ എക്സിക്യൂട്ടീവ് വിളിക്കുന്നതാണ് പറഞ്ഞത്. ഇവിടെ 1 മാസം കറക്റ്റ്. ആ ചോദ്യം വളരെ അനിവാര്യമാണ്. 1 മാസത്തിനകം ഞങ്ങൾ ഒരുമിച്ച് ഇതിനുള്ള കണക്കും കാര്യവും എല്ലാം ബോധ്യപ്പെടുത്തുമെന്ന് മീറ്റിംഗിൽ കൂടി ഇവർ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയതിന് ശേഷം ഇന്നേ വരെ ഒരു എക്സിക്യൂട്ടീവ് വിളിച്ചിട്ടില്ല. ഞങ്ങളിനി എന്ത് ചെയ്യണം? ഞങ്ങൾ അതിന്റെ കോറം തികഞ്ഞുള്ള ആളുകൾ പ്രസിഡന്റിന് കത്ത് കൊടുത്ത് ജനറൽ സെക്രട്ടറി മുഖാന്തരം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അങ്ങനെ പോയിരുന്നു. ഇപ്പം അങ്ങനെ ഞങ്ങൾ നേതൃത്വത്തെ തള്ളി ഞങ്ങൾ മറ്റൊരു കോറം രൂപീകരിച്ച് ബാർ അസോസിയേഷന് 2 ഘടകമായി പിരിയുന്ന സിറ്റുവേഷനിൽ എത്തിയിരുന്നു. അന്നേരമാണ് അവർക്ക് മനസ്സിലായത് ഇത് ഞങ്ങൾ കള്ളന്മാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള മുദ്ര ഇവർ കുത്തും. അതുകൊണ്ട് അത് ശരിയല്ല എന്നുകൊണ്ട് ഞങ്ങളുടെ നിലപാടിനോട് യോജിച്ച് അവർ ഈ തീരുമാനമെടുത്ത് വന്നതാന്നേ.
അല്ലെങ്കിൽ എന്തിനു കത്ത് കൊടുക്കുന്നു? ആനരാജു അദ്ദേഹം പറഞ്ഞ പോലെ 3 പ്രാവശ്യം ഫോണിൽ സംസാരിച്ച് മാറ്റിയതാ. സുപ്രീം കോടതി നിൽക്കുമ്പം വാ ഇന്ന് തന്നെ വരാമെന്നും പറഞ്ഞ് മൊഴി കൊടുക്കാൻ പറഞ്ഞാൽ പോകാൻ പറ്റുമോ? എന്നെയും വിളിച്ചതാ, ഞാനും പറഞ്ഞു സാധ്യമല്ല, ഇനി അവരെല്ലാവരും കൂടെ വരുമ്പോൾ ഞാനും വന്നേക്കാം. അങ്ങനെ 3 പ്രാവശ്യം മാറ്റിയതാ. പക്ഷേ കൃത്യമായി കത്ത് എഴുതി കൊടുത്തത് മിനിങ്ങാന്നാണ്, 26-ാം തീയതി ശേഷം ഹാജരാകാമെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് നേരത്തെ സുനിൽ പറഞ്ഞത്, ശ്രീ ആന്റണി രാജു, തെളിവില്ല എന്നല്ല പറഞ്ഞത്, തെളിവ് ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്ന്. ഒരു അന്വേഷണ ഏജൻസി എന്നുള്ള നിലയിൽ വിജിലൻസ് അതിൻ്റെ ദൗർബല്യം വെളിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് സുനിൽ പറയുന്നത്, ഞാൻ നിർദ്ദേശിച്ച അന്വേഷണ ഏജൻസിയിലേക്ക് കാര്യങ്ങൾ പോകാൻ ഈ റിപ്പോർട്ട് എനിക്ക് വളരെ നന്നാകും എന്ന്. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് തെളിവില്ല എന്ന് തന്നെ കാറ്റഗോറിക്കലായിട്ട് ഇന്നത്തെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ശ്രീ സുനിൽകുമാറിന് എവിടെ നിന്നാണ് തെളിവ് ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്ന് എഴുതി കൊടുത്തത് അദ്ദേഹം റിപ്പോർട്ട് കണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനും കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് തെളിവില്ല എന്നതിന് ഡിമാൻഡും അക്സെപ്റ്റൻസും ഇല്ലാത്തൊരു കേസിൽ ഈ കുറ്റപത്രം കൊടുക്കാൻ ആവശ്യമായ തെളിവില്ല എന്ന് സ്പെസിഫിക് ആയിട്ട് രേഖപ്പെടുത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ബിനോയെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ എനിക്ക് ആ ബിനോയോട് സഹതാപമുണ്ട്. അദ്ദേഹം ഒരു പാവമാണ്. അദ്ദേഹത്തിന് നേരിട്ട് ഒരു ഇടപാടും നടത്തിയിട്ടില്ല. അദ്ദേഹത്തെ ഈ പറഞ്ഞ് ആരോഗ്യമോ കളിപ്പിക്കുകയാണ്. നാളെ പറയാം, മറ്റന്നാൾ പറയാം. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ മൊഴി കൊടുക്കാമെന്ന് പറയുന്ന, തെളിവുണ്ടെന്ന് പറയുന്ന ആരെങ്കിലും വന്ന് ഈ ഏതെങ്കിലും ചാനലിൽ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്, ഞങ്ങൾ 26-ാം തീയതി കൊടുക്കുമെന്ന് പറഞ്ഞോ? ഈ ബിനോയോട് കഴിഞ്ഞ കുറേ കാലമായി, 1 വർഷക്കാലമായി ആരൊക്കെയോ പറയുന്നു, ബിനോയ് അത് പാവം വിശ്വസിക്കുന്നു, ബിനോയ് ഇവിടെ വന്ന് വീമ്പിളക്കുന്നു. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഈ ബിനോയുടെ വാക്കും കേട്ടുകൊണ്ട് ഈ സുകേശൻ ഒരു കുറ്റപത്രം എഴുതി കൊടുത്താൽ അവസാനം ഈ ISRO ചാരക്കേസിൽ സിബി മാത്യു ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കോടതിയുടെ വരാന്ത നരങ്ങുന്നത് പോലെ ഈ ഉദ്യോഗസ്ഥൻ നരങ്ങിയാൽ ശ്രീ ബിനോയ് താങ്കളൊക്കെ കാണുമോ ഈ ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കാൻ? അതുകൊണ്ട് വ്യക്തമായ നിയമപരമായ നേതാവ് മാണിസാറ് രാജിവെച്ച് വീട്ടിൽ പോയിരുന്നേ, എന്തിനാ ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് പൊക്കളാൻ പറഞ്ഞേ? ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് ജനത്തിന് ഇത് ആരോട് പറയാനായത്? ഇത് നിങ്ങൾ തന്നെ ഞങ്ങൾ പറഞ്ഞ ഒരു സുഖം കിട്ടിയാൽ മതിയോ? ഞങ്ങൾക്കും കിട്ടണ്ടേ നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണെന്നുള്ളത്? ഒരു കാരണവശാലും അല്ല. ഇതിന്റെ തെളിവ് കൃത്യമായി വരുമെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യം വന്നുകൊണ്ടാണ് നിങ്ങൾ എടുത്തു ചാടി ഈ 13 ദിവസം പോലും കാക്കാൻ പറ്റാതെ നിങ്ങൾ കൊണ്ട് മൊഴി കൊടുത്തതിനുള്ളതിന് ഒരു തർക്കവും ഇല്ല. ഇനിയും വരുന്നുണ്ട് വേറൊരു QV, ഇതിന്റെ പുറകെ വരുന്നുണ്ട്. ആ QV ഇവിടെ ആളെയൊക്കെ മാറ്റി ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് ഇത് അന്വേഷണം വരുന്നുണ്ട്. അതും നമുക്ക് കാണാം എന്താ സംഭവിക്കുന്നതെന്ന്. നിങ്ങൾ ഇതിനും കൊടുക്കും ഇതുപോലെ തന്നെ, ആൾ കിട്ടിയില്ല പിടിച്ചില്ല എന്ന് പറഞ്ഞ തെളിവ്. അതുപോലെ കഴിഞ്ഞ 2.5 വർഷമായിട്ട് നടക്കുന്ന സോളാർ, അതും ഇപ്പോൾ പറയുന്നത് കേട്ടു തെളിവ് തരുന്നില്ല, അത് ഞങ്ങൾ ഇത് ക്യാൻസൽ ചെയ്യാൻ പോവാണ്, അല്ല നിർത്താൻ പോവാണ്. ഇതൊക്കെ നിങ്ങൾ പല കളികളും കളിക്കും. കാരണം ഇത് അവസാന കളിയാ, ഇത് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി പല കളിയും കളിക്കും. ഇതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയം, അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. അതിനൊക്കെ ഞങ്ങൾ ബലിയാടാകുന്നു. ഇതാണ് നമുക്കൊരു വിഷമം. സുനിൽ പറയുന്നതിനേക്കാളും നല്ല രാഷ്ട്രീയം ഇവിടെ ഒരു ബാറുടമ പറയുന്നു. ശ്രീ സുനിൽ തുടരുക. എനിക്ക് എന്താണ് പുതുശ്ശേരി പറഞ്ഞതെന്ന് കേൾക്കേണ്ടതുണ്ട്. പുതുശ്ശേരി പറഞ്ഞതിന്റെ, അല്ലെങ്കിൽ ബിജു രമേശ് പുതുശ്ശേരി പറഞ്ഞതായി പറയുന്നതാണ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പുതുശ്ശേരി പറഞ്ഞതായി ബിജു രമേശ് സമർപ്പിച്ച ഓഡിയോ ടേപ്പ് ഇപ്പോ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതെന്താണ്? ഒരു കാര്യം നിൽക്കൂ സുനിൽ, ഞാനിതൊന്നും നിഷേധിക്കുന്നില്ല. പുറത്ത് പറയാനുള്ളതിന് മോനോടായൊന്നും പറയാ. സാമ്പത്തിക താല്പര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ പെൻഷൻ കാലത്ത് നിങ്ങൾ ഈ കാര്യമായിട്ട് കാശ് അത് മേടിച്ചറിയാം. അത് ഒരു കോടി ഞങ്ങൾ കൊടുത്തായിരുന്നു. എല്ലാ ഇടപാടുകളും ഇപ്പം ഇതാണ് ഒരു വളരെ വളരെ നല്ല രീതിയിൽ പരീക്ഷിക്കാന്ന് കോടതി വന്നു. കോടതി പറയട്ടെ, ഞങ്ങൾ തീരുമാനിച്ചാൽ മതി. കോടതി തുറക്കാൻ പോലും പറഞ്ഞില്ല. നിലവാരം നോക്കി കൊള്ളാമെന്ന് കൊടുക്കാനാണ് പറയുന്നത്, അല്ലാതെ. ശ്രീ ആന്റണി രാജു, എന്താ നികേഷ്, എനിക്കിത് കേട്ട് ചിരി വരിക. ഈ നികേഷിനും ചിരി വരിക. ഇതെന്താ, എന്തെങ്കിലും കേട്ടോ നമ്മൾ? എനിക്കൊന്നും മനസ്സിലായില്ല ഇതുവരെ. ഞാൻ പറയാം, എനിക്കിപ്പോൾ ഓർമ്മ വന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 2014 ഒക്ടോബർ 31 രാത്രി ശ്രീ ബിജു രമേശ് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ KM മാണി പണം വാങ്ങിച്ചതിൻ്റെ ശബ്ദരേഖയും ദൃശ്യരേഖയും ഉണ്ട്. 438 ദിവസമായി, ഇന്ന് വരെ അത് ഹാജരാക്കിയിട്ടില്ല. ഇപ്പോ 22 മണിക്കൂറുള്ള, അല്ല ഞാൻ പറയട്ടെ, 22 മണിക്കൂറുള്ള ഒരു CD ശ്രീ ബിജു രമേശ് ഹാജരാക്കി. അത് ഫോറൻസിക് പറയുന്നത് അത് ഫാബ്രിക്കേറ്റഡ് ആണ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് നിലനിൽക്കാത്തതാണ്. എഡിറ്റഡാണെന്ന് പറഞ്ഞിരിക്കുന്നത്.
പറഞ്ഞിട്ടില്ല. ഞാനല്ല പറയുന്നത്. ഞാൻ വായിച്ചു. കള്ളം പറയുന്ന എന്ത് കള്ളം പറയരുത്. ഞാനല്ല. ഇല്ല അനുരാജ് കള്ളമാണ് പറയുന്നത്. അനുരാജ് പച്ച കള്ള ചാനലിലൂടെ പറയരുത്. ഇല്ല, ഫോറൻസിക് റിപ്പോർട്ട് ഞാൻ വായിച്ചു. അല്ല, ഫോറൻസിക് റിപ്പോർട്ട് ഞാൻ വായിച്ചു. പറഞ്ഞിട്ടില്ല. കള്ളം പറയരുത്. സ്ഥിരമായി വന്നിട്ട് ചാനൽ കള്ളം പറയുന്നത് എഡിറ്റഡ് ആണെന്ന്. ഇല്ലല്ല, ഞാൻ രണ്ട് CD-യാണ് കൊടുത്തത്. ആദ്യം വിജിലൻസിന് കൊടുത്ത CD-യിൽ എഡിറ്റ് ചെയ്ത് കൊടുത്തു. കാര്യം അതിനകത്ത് പലരെയും പറ്റി പറയുന്നുണ്ട്, പല തെറികളും അതിനകത്ത് പറയുന്നുണ്ട്. അത് കേൾക്കാതിരിക്കുന്നതിന് വേണ്ടി അത് എഡിറ്റ് ചെയ്ത്, കാര്യം ഇവർ പറഞ്ഞ സാമ്പത്തിക ഇടപാട് മാത്രമുള്ള CD-യാണ് വിജിലൻസിന് കൊടുത്തത്. അതിനുശേഷം കോടതിയിൽ സമർപ്പിച്ചപ്പോൾ മൊത്തം ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല, മൊത്തമുള്ള സാധനമാണ് കൊടുത്തത്. കോടതി ഒരിക്കലും അത് എഡിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല, ഫോറൻസിക്കും അത് എഡിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഫോറൻസിക് പറഞ്ഞ ഒറ്റ സെന്റൻസേ ഉള്ളൂ. അതിനകത്തുള്ള ഡേറ്റിൽ 10-ാം തീയതി 10-ാം വർഷമാണ് 2010-ലെ ഡേറ്റാണ് കിടക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നാണ് ചോദിച്ചത്. അതിന്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് മനസ്സിലാകുകയും ചെയ്തു. കാര്യം അതിൽ ടൈം ഡേറ്റ് സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ആ ഒരു കാര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഈ പറയുമ്പോൾ ആന്റണി രാജു വന്നിരുന്ന ഈ ഫോറൻസിക് റിപ്പോർട്ടൊക്കെ വായിക്കാനാണ്. ബിജു രമേശ്, നേരത്തെ ബിനോയ് പറഞ്ഞല്ലോ 26-ാം തീയതി മൊഴി കൊടുക്കാം, ശരിയായ മൊഴി കൊടുത്തുകൊള്ളാം എന്ന് നേതൃത്വം സമ്മതിച്ചു എന്ന്. താങ്കൾ ആദ്യം മുതൽ പറഞ്ഞത് ധനേഷിന്റെ കയ്യിലാണ് നിർണായക തെളിവുകൾ. അതോ ആ തെളിവുകളെ കുറിച്ചാണ് ഇപ്പോ ആന്റണി രാജു താങ്കളെ കളിയാക്കി പറയുന്നത്? ആ തെളിവുകൾ അടക്കം ഹാജരാക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നോ? ധനേഷിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കെ മാണിയുമായി പറയൂ. ധനേഷിന്റെ കയ്യിൽ അത് ഉണ്ട് എന്നുള്ള കാര്യം ധനേഷ് ഏതൊരു ചാനലുമായിട്ടുള്ള ഇതിൽ പറയുന്നുണ്ടായിരുന്നില്ല. എന്റെ കയ്യിലുണ്ട്, തെളിവുകളുണ്ട്, CD ഉണ്ട്, ഇതെല്ലാം ഞാൻ ഇത് കഴിയും, ഇത് കൊടുക്കേണ്ട സമയം വിധി വന്നോട്ടെ, അതിനുശേഷം ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞൊരു ചാനൽ പുറത്തു വന്ന വാർത്ത ധനേഷിന്റെ സംഭാഷണം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ധനേഷുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ ധനേഷ് പറയുന്നുണ്ട്, ഇത് വന്നോട്ടെ, ഞാൻ അതിനുശേഷം വിധി വന്നതിന് ശേഷം ഞങ്ങൾ അത് പുറത്തു വിടുമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിന്റെ കണക്കുകളുണ്ട്, കംപ്ലീറ്റ് ഇവർക്ക് ഓർക്ക് കൊടുത്ത ബുക്ക് അതല്ല, ഒറിജിനലായിട്ടുള്ള കംപ്ലീറ്റ് അന്ന് എഴുതി ഉണ്ടാക്കിയ ബുക്കുകൾ കംപ്ലീറ്റ് ധനേഷിന്റെ കൈവശമുണ്ട്. 25 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അത് മേടിച്ചിട്ടുള്ള കോൺഗ്രസിലെ പല മന്ത്രിമാരും ഉന്നതരുമുണ്ട്. അതിന്റെ കാര്യങ്ങളെല്ലാം പുറത്തു വരും എന്നുള്ള ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് അടിയന്തരമായി ഇത് ക്ലോസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കിയത്. ഇതിൽ നിന്നും ഇത് ഈ മാണിസാറിൽ നിൽക്കില്ല, അന്വേഷണം മുന്നോട്ട് പോയാൽ മറ്റ് പലരും കുടുങ്ങും എന്നുള്ള സംശയമില്ലായിരുന്നു. അങ്ങ് ഒക്ടോബർ 31-ാം തീയതി പറഞ്ഞു, എന്റെ കയ്യിൽ KM മാണി പണം വാങ്ങുന്നതിന്റെ ദൃശ്യരേഖയുണ്ട്. 3 മണിക്കൂർ അല്ലല്ല ശബ്ദരേഖയുമുണ്ട്. 3 മണിക്കൂർ അന്ന് ബിജു രമേശ് പറഞ്ഞിരുന്നത് എന്റെ മാണി ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് മറ്റൊരാളുമായി സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖയുണ്ട് എന്നാണ്. ധനേഷിന്റെ കയ്യിലാണ് അത് എന്നാണ് എന്നോട് ബിജു രമേശ് പറഞ്ഞിട്ടുള്ളത്. ആണോ ബിജു രമേശ്? ഇല്ല, ഞാൻ മനസ്സിലായി. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. ചർച്ച ഈ വക്കീലന്മാര് കോടതി കള്ളം ഞാൻ പറഞ്ഞത് കേൾക്കാൻ സമ്മതിക്കുന്നില്ല. ബിജുവിന് ഞാൻ പറയുന്ന ആള് കേൾക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞോ ഇന്റർഫിയർ ചെയ്യുന്ന സത്യസന്ധമായി പറയുന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു. പറഞ്ഞിട്ടില്ല. വീഡിയോ ക്യാമറയായിട്ട് ഒന്ന് പിടിച്ചോന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മാണി സാറിന്റെ മാണി സാറും ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ ഓഡിയോ ഇതുണ്ട് എന്ന് ഞാനന്ന് പറഞ്ഞു. നിങ്ങൾ അത് അടുത്ത ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അതിന്റെ ആവശ്യം വരുന്നതിന് മുമ്പ് അസോസിയേഷൻ തന്നെ തീരുമാനിച്ചു, ഞങ്ങളതെല്ലാം എവിഡൻസ് ഹാജരായിക്കൊള്ളാം തീരുമാനിക്കുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കുകയും എവിഡൻസുകൾ അന്നത്തെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞോടുകൂടി തന്നെ ചാനലുകളിൽ പറഞ്ഞല്ലോ എല്ലാ എവിഡൻസുകളും ഞങ്ങൾ ശേഖരിക്കുന്നു എന്ന്. ഞാൻ കൊണ്ടുപോയി അവരെ ഇനി ഞാൻ പറഞ്ഞോട്ടെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒക്ടോബർ 31-ാം തീയതി രാത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്റെ കയ്യിൽ 3 മണിക്കൂറിനകം ഞാൻ ഹാജരാക്കാം. ഇന്നിപ്പോ 1314 മണിക്കൂറായി. എന്തേ ഹാജരാക്കാത്തത്? ബിനോയ്, അടുത്ത ദൗത്യം എന്തായിരിക്കും? നിങ്ങൾക്ക് സത്യം പറയാനുള്ള ഈ വിഷയം അന്വേഷിക്കുന്ന അല്ല, തീർച്ചയായിട്ടും ഇനി ഞങ്ങൾ ഇന്നാണല്ലോ ഈ സംഭവം ഉണ്ടായത്. ഞങ്ങളിപ്പോ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇതിനെന്താണ് ചെയ്യേണ്ടത്, ഇനി തെളിവ് ഇനി കോടതി മുഖാന്തരം കൊടുക്കുവോ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾ ശേഖരിച്ച് ഞങ്ങൾ തെളിവ് കൊടുക്കും. നിങ്ങൾ കോടതിയിൽ കക്ഷി ചേരുന്നതിനുള്ള സാധ്യത ആരായുമോ അതോ എക്സിക്യൂട്ടീവ് യോഗം വിളിക്കാനുള്ള? എക്സിക്യൂട്ടീവ് യോഗം വിളിക്കാൻ ഒന്നുകൂടെ നോക്കും. നടന്നില്ലെങ്കിൽ ഞങ്ങൾ ബദൽ സംവിധാനം ഉണ്ടാക്കും. അതിനകത്ത് തീർച്ചയായിട്ടും ആലോചിക്കും. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു കേട്ടില്ല, ഇപ്പം ഇതിനകത്ത് ആന്റണി രാജു പറഞ്ഞു
വെറുതെ വിളിച്ചു പറയുന്നതാണോ അതോ ഒരിക്കലുമല്ല ആനി രാജു അദ്ദേഹത്തിന് ആകെ ടെൻഷനാ. ഇതിപ്പോ അദ്ദേഹം വിചാരിച്ചു ഏതായാലും ഇതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ രാജു ഇടയ്ക്കിടെ സമയം നോക്കുന്നുണ്ട്, ഇത് 10 മണി ആവുന്നില്ലല്ലോ, 10 മണി. അതായത് ഈ മാണിസാറ് മാത്രം ഇതിനകത്ത് പെട്ടുപോയാതെ, കാരണം അവര് നൊറവിളിക്കുന്ന കാര്യം ഒരു ദിവസം നൊറവിളിക്കുന്ന കാര്യം നമ്മുടെ നിയമസഭയിൽ അച്യുതാനന്ദൻ പറയുന്നത് കേട്ടായിരുന്നു. കാരണം സാർ പാലായിൽ ഉള്ള മാണിക്കുഞ്ഞുങ്ങളെല്ലാം നൊറവിളിക്കുക ഇവിടെ ഇരുന്നുകൊണ്ട്, അവർ അലമുറ ഇടുക. കാരണം 1 കോടി രൂപ മേടിച്ച മാണി സാർ ഇവിടെ ഇരിക്കുന്നു, വീട്ടിൽ ഒരു പണിയില്ലാതെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ 10 കോടി മേടിച്ചവരൊക്കെ ലൈറ്റ് വെച്ച കാറിൽ അങ്ങനെ നടക്കുന്നു. ഞങ്ങൾ എങ്ങനെ സഹിക്കും സാർ എന്ന് പറഞ്ഞ് കരയുന്ന കേട്ടല്ലേ. അപ്പോൾ ഇതൊക്കെ വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. അതൊന്നും വന്നില്ലാത്തതുകൊണ്ട് പുള്ളിയുടെ മുഖത്ത് കാണുന്ന വ്യത്യാസമൊക്കെ അതാണ്. ശ്രീ ആന്റണി രാജു, എന്തായാലും ബാർ ഉടമകൾ കക്ഷി ചേരുന്നതിനെ കുറിച്ച് പോലും ആലോചിക്കുകയാണ്. സമയക്കുറവുള്ളതുകൊണ്ട് താങ്കളുടെ ആഗ്രഹപ്രകാരം ഈ ചർച്ച ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ശ്രീ വി എസ് സുനിൽകുമാർ, ബിജു രമേശ്, ആന്റണി രാജു, അഡ്വക്കേറ്റ് ജയശങ്കർ, എലഗൻസ് ബിനോയ്, എഡിറ്റേഴ്സ് അവരിൽ ഇടപെട്ടതിന്.